ഗുഡ് ഈവനിങ് ഓൾ. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ അപ്രതീക്ഷിതമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ രസതന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ട്രെയിനർ സംസാരിക്കുന്നത്. ട്രെയിനർ എന്ന് പറയാൻ പറ്റത്തില്ല, നല്ലൊരു ടീച്ചറാണ്. ഒരു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു, റിട്ടയർ ചെയ്തു. ഇടുക്കി ചെറുതോണിയാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് ലീഡിങ് അഡ്വക്കേറ്റാണ്. 2 മക്കളുണ്ട്, 2 പേരും ഡോക്ടേഴ്സാണ്. അവരെ വിവാഹം കഴിച്ചിരിക്കുന്നവരും ഡോക്ടേഴ്സാണ്. അങ്ങനെ എന്തുകൊണ്ടും ജീവിതത്തിൻ്റെ രസതന്ത്രം വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജയശ്രീ ബാബു മാമിനെ ഞാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. യു ആർ വെൽക്കം മാം. മാമിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങും. അൺമ്യൂട്ട് ചെയ്തു. ഇത്രയും നല്ല വേദിയിലേക്ക് വരാനായിട്ട് എന്നെ അനുവദിച്ച ജഗദീശ്വരനോട് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹത്തിനായി കാത്തുകൊണ്ട് ഞാൻ ഈ വേദിയിലേക്ക് കടക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കെ ജയശ്രീ, 33 വർഷം രസതന്ത്ര അധ്യാപികയായി ഇടുക്കി സ്കൂളിൽ വർക്ക് ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് CK ബാബു ഇവിടെ പൈനാവിൽ അഡ്വക്കേറ്റ് ആണ്. ഡാമിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. 2 മക്കളാണുള്ളത്. ഡോക്ടർ രാഹുൽ ബാബു, ഡോക്ടർ പാർവതി ബാബു. മോൻ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. മോന്റെ വൈഫ് അനസ്തേഷ്യ, മകള് ENT, മരുമകൻ ഫിസിഷ്യൻ. അങ്ങനെ ഒരു കുടുംബമാണ്. ഇപ്പൊ ഇവിടെ വീട്ടില് എൻ്റെ അമ്മയും ഹസ്ബൻഡും ഞാനും താമസിക്കുന്നു. ഇതാണ് സാർ എന്നെ കുറിച്ച് പറയാനുള്ളത്. ഞാനിപ്പോ ടോട്സില് ഒരു ട്രെയിനി ആയിട്ട് ചേർന്നിട്ടുണ്ട്, പോസിറ്റീവ് കമ്മ്യൂണിറ്റി ടോട്സ് 19th. അപ്പൊ സുജിത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. സുജിത്താണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ ഞാനൊരു വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത് ജീവിതത്തിന്റെ രസതന്ത്രം എന്ന. കെമിസ്ട്രി അധ്യാപികയായി ഞാൻ 33 വർഷക്കാലം കെമിസ്ട്രി അധ്യാപികയായി വർക്ക് ചെയ്തുകൊണ്ട് ആ രസതന്ത്രം എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെ പോയിട്ടില്ല. മാത്രമല്ല ജീവിതത്തിന്റെ രസതന്ത്രം ഒന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യണം എന്നുള്ള എനിക്ക് ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയമായി വന്നിരിക്കുന്നത്. കാലമിനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെയോരോ തളിരിലും പൂവരും, കായ് വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആദ്രയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. വരിക സഖി, അരികത്ത് ചേർന്ന് നിൽക്കൂ, നമുക്കന്യോന്യം. പഴയൊരു മന്ത്രം സ്മരിക്കാം. നമുക്കന്യോന്യം 3 വടികളായി നിൽക്കാം. ഹാ സഫലമീ യാത്ര. NN കക്കാടിന്റെ സഫലമീ യാത്ര എന്ന കവിതയിൽ എത്ര അർത്ഥഗർഭമാണ് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ നിമിഷവും വിലയേറിയതാണ്. ഈ നിമിഷം ജീവിക്കൂ, നമുക്ക് അന്യോന്യം 3 വടികളായി നിന്നുകൊണ്ട് ജീവിതത്തെ വരവേൽക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 33 വർഷക്കാലം ഞാൻ കുട്ടികൾക്ക് പാഠപുസ്തകത്തിലെ സിലബസിലെ രസതന്ത്രമാണ് പറഞ്ഞു കൊടുത്തത്. രസതന്ത്രത്തിലെ ഒരുപാട് കാര്യങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് ജീവിതത്തിലെ രസതന്ത്രം വളരെ ഭംഗിയായിട്ടൊന്ന് പറയുന്നതിനും ആ രസതന്ത്രത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതിനും വേണ്ടി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെ അനുമതിയോടുകൂടി പവർ പോയിന്റ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിന്റെ രസതന്ത്രം എന്ന് കേൾക്കുമ്പോൾ എന്താണ് സാർ നിങ്ങൾക്ക് തോന്നുന്നത്? എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, ഒന്ന് പറയോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ടീച്ചറെ, ഞാൻ ലീ ചാറ്റേഴ്സ് പ്രിൻസിപ്പിൾ ആണ് ഓർക്കാറ്. അതെ അല്ലേ, സാറ് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലേ അല്ലേ? പിന്നെ സാർ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ സാർ? പല തന്ത്രങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊരു തന്ത്രമാണ് രസതന്ത്രം. അപ്പൊ അതിനകത്ത് കുറെ തന്ത്രങ്ങളുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ജീവിതത്തിന്റെ രസതന്ത്രം എന്ന് പറയുമ്പോൾ പല കൂട്ടുകൾ ചേരുന്നതാണ് ജീവിതം.
അപ്പൊ അതിനകത്ത് ഒരു കെമിക്കൽ റിയാക്ഷന് നമ്മൾ സാധാരണ ഈ പറയുമ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതം ഒരു നല്ല പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ പല രീതിയിലുള്ള കോമ്പിനേഷൻസ് കൂടി ചേരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മാഡം ഉദ്ദേശിക്കുന്നത് അതാണെന്ന് അറിയില്ല. താങ്ക് യു. താങ്ക് യു സാർ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അവര് തമ്മിലുള്ള കെമിസ്ട്രി നല്ലതായിരുന്നു, ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള കെമിസ്ട്രി നല്ലായിരുന്നു ഒക്കെ ജയൻ സാർ പലപ്പോഴും പറയാറുണ്ട് അല്ലെ. അതുപോലെ സിനിമയിലെ ആ ഡയറക്ടറും പ്രൊഡ്യൂസറും തമ്മിലുള്ള കെമിസ്ട്രി നല്ലതാണ്, നായകനും നായികയും തമ്മിലുള്ള കെമിസ്ട്രി നല്ലതാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനിവിടെ ഉദ്ദേശിച്ചത് അതല്ല. കെമിസ്ട്രി ശരിക്കും നമ്മൾ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അതിലെല്ലാം പല തത്വങ്ങളും എത്ര ഭംഗിയായിട്ടാണ് ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ കൂടുതൽ ഈ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഈ ലൈഫ് സ്കില്ലുകളെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്കത് തോന്നിയത്. അപ്പൊ അന്ന് അങ്ങനെ ഒന്ന് ആ കെമിസ്ട്രിയിലേക്ക് ഒന്ന് പോകാം എന്നാണ് വിചാരിച്ചത്. അപ്പൊ എനിക്കിവിടെ ഒരു കഥയാണ് സാർ ഓർമ്മ വരുന്നത്. അതായത് ഒരു പെൺകുട്ടി സ്വപ്നം കാണുകയായിരുന്നു. ആ പെൺകുട്ടി ഒരു കടയിലാണ്. ആ കടയിലെ വിൽപ്പനക്കാരൻ ദൈവമാണ്. പെൺകുട്ടി ചോദിച്ചു, ഇവിടെ എന്തെല്ലാം കിട്ടും? അപ്പൊ ദൈവം പറഞ്ഞു, നിനക്ക് വേണ്ടതെല്ലാം കിട്ടും. അപ്പൊ പെൺകുട്ടി വളരെ ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സ്നേഹം വേണം, സമാധാനം വേണം, സന്തോഷം വേണം, ആരെയും ഭയപ്പെടാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും വേണം എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഫലങ്ങൾ വിൽക്കുന്ന കടയല്ല, വിത്തുകൾ വിൽക്കുന്ന കടയാണ് എന്ന്. എന്താണ് സാർ അതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കാൻ കഴിയുന്നത്? ഇതെല്ലാം രൂപപ്പെടുത്തി എടുക്കേണ്ട ഒരു കടമ നമുക്കുള്ളതാണ്. താങ്ക് യു സാർ. ശരിയാണ് സാർ. എല്ലാവരും ആഗ്രഹിക്കുന്ന ചിലതുണ്ട്, സന്തോഷവും സ്നേഹവും സമാധാനവും സ്വാതന്ത്ര്യവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നോക്കാം. നമുക്ക് IOയിലേക്ക് ഒന്ന് പോകാം. എന്റെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് at the end of the session, all the participants will be able to say 5 formulas to make their life more meaningful. തീർച്ചയായിട്ടും 5 സൂത്രവാക്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും നമ്മുടെ ഈ സെഷൻ കഴിയുമ്പോഴേക്കും. അതിനായി ഈ സൂത്രവാക്യങ്ങൾ തേടി നമുക്ക് നമ്മുടെ ഓർമ്മയിലെ രസതന്ത്രത്തിലേക്ക് ഒന്ന് പോകാം. പലരും SSLCയോടുകൂടി ആ രസതന്ത്രത്തെ സ്കൂളിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടാവാം. ചിലർ ആ രസതന്ത്രവുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഇഷ്ട വിഷയങ്ങളുമായി മുമ്പോട്ട് പോയി ജീവിതത്തിന്റെ ഉന്നത മേഖലകളിൽ എത്തിയിരിക്കുന്നതാണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഞാൻ നിങ്ങളെ ആ കുട്ടിക്കാലത്തേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മളുടെ ആ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തേക്ക് ഒരിക്കൽ കൂടി അതിലെ ആ രസതന്ത്ര ലാബിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഒന്ന് ഓർത്തു നോക്കൂ സാർ. അന്നത്തെ ലാബുകളൊന്നും ഇത്ര വലുതായിരുന്നിരിക്കില്ല. എങ്കിൽ പോലും നമുക്ക് ആ ലാബിലേക്ക് ഒന്ന് പോകാം. ഓർമ്മ വരുന്നുണ്ടോ സാർ? തീർച്ചയായും എല്ലാം ഓർക്കുന്നുണ്ടല്ലേ. പക്ഷെ അന്ന് ആ ഓർമ്മയുടെ കൂടെ എല്ലാവർക്കും ഓർക്കാൻ പറ്റുന്ന കുറേ നല്ല ഓർമ്മകളില്ലേ? ആ നുണക്കിഴി കവിളുള്ള പാവാടക്കരി, പൊടിമീശക്കാരൻ ഒക്കെ ആ സ്കൂളിൽ നിന്ന് പതുക്കെ ലാബിലേക്ക് പോകുമ്പോ ഇങ്ങനെ കുശലം പറഞ്ഞുകൊണ്ട് പതുക്കെ അങ്ങ് പോകുന്നു. പിന്നെ ലാബിൽ ചെന്ന് കഴിയുമ്പോൾ അധികം നമ്മുടെ ടെസ്റ്റ് ട്യൂബിലേക്കൊന്നും ആയിരിക്കില്ല, അവിടുന്ന് ഒരു കുശലം പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം. അതിൻ്റെ ഇടയ്ക്ക് ടെസ്റ്റ് ട്യൂബിൽ താഴെ വീണ് പൊട്ടിയിട്ടുണ്ടാവാം, ആസിഡ് വീണ് കൈ പൊള്ളിയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ കുറെ നല്ല ഓർമ്മകളില്ലേ സാർ? ജയൻ സാർ, അവിടെ ആകോടി ഓർമ്മ വരുന്നത് റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ട് ഇവര് സൈൻ ചെയ്യണല്ലോ. അതെ. അപ്പൊ അവര് പൈസ വാങ്ങിയതാണ് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത്. ഫൈനോ? അല്ലല്ല, സൈൻ ചെയ്യാൻ ഫീസ്. ഓ അത് ശരി. എന്നിട്ട് എക്സാം, കോളേജ് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുപോലെ എക്സാമിന്റെ സമയത്ത് അറ്റൻഡേഴ്സ് പിന്നില് കൈയും കാട്ടി വരും, എന്തെങ്കിലും വെച്ചു കൊടുത്താൽ നമുക്ക് റിസൾട്ട് പറഞ്ഞുതരും. അപ്പൊ ആ ആസിഡിന്റെ മണം, അതുപോലെ മഗ്നീഷ്യം കത്തുമ്പോഴുള്ള വർണ്ണ ഭംഗിയുള്ള പ്രകാശം, ബീക്കർ, ഇതെല്ലാം നമുക്ക് ഓർമ്മിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ലിറ്റ്മസ് പേപ്പറുകളായിരുന്നു അന്ന് അധികം. ലിറ്റ്മസ് പേപ്പർ നമ്മൾ ആസിഡിൽ മുക്കുമ്പോൾ ചുവപ്പ് നിറാവുന്നു, ആൽക്കലയിൽ മുക്കുമ്പോൾ നീല നിറാവുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് ഇങ്ങനെ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ജീവിതത്തിലേക്ക് പോകാം സാർ. ജീവിതത്തെ കുറിച്ച് പലർക്കും പല ഡെഫിനേഷനാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ വലിയ ആൾക്കാർ എല്ലാവരും തന്നെ സൈക്കോളജിസ്റ്റുമാരും വളരെ മികച്ച ആൾക്കാരാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായ നല്ല എക്സ്പ്ലനേഷൻ ഉണ്ട് അതിനെക്കുറിച്ച് പറയാൻ. എങ്കിലും ഞാനിവിടെ 1-2 കോട്ടുകൾ പറയുകയാണ്.
റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞിരിക്കുന്നു, യു ഓൺലി ലിവ് വൺസ് ബട്ട് ഇഫ് യു ഡു ഇറ്റ് റൈറ്റ് വൺസ് ഇസ് ഇനഫ്. അതുപോലെ തന്നെ മദർ തെരേസ പറഞ്ഞിരിക്കുന്നു, ലൈഫ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി, ബെനിഫിറ്റ് ഫ്രം ഇറ്റ്. ഇനി നിങ്ങൾക്ക് ലൈഫിനെ കുറിച്ച് പറയാനുള്ള ഡെഫിനേഷൻ കേൾക്കാൻ എനിക്ക് വളരെയധികം കൗതുകമുണ്ട്. സർ, ആരെങ്കിലും? Life is an ice cream. ആ, Eat it before it melts. ഓ താങ്ക് യു സർ. ശരിയാണ്. എന്ത് തന്നെയാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പാദമുദ്രകൾ ഇവിടെ പതിപ്പിച്ചിട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ ഒരു തൂവൽ മാത്രം മതി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിക്കാൻ എന്നതാണ് എൻ്റെ ആഗ്രഹം സർ. അപ്പോ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഹൗ ടു ലിവ് എ മീനിങ് ഫുൾ ലൈഫ്, നമുക്കൊരു നല്ല ജീവിതം, അർത്ഥസമ്പുഷ്ടമായ ഒരു ജീവിതം നയിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ള എൻ്റെ സൂത്രവാക്യങ്ങൾ തേടിയാണ് നമ്മൾ പോകുന്നത്. അതിൽ ഞാൻ കൊണ്ടുവന്ന ആദ്യത്തെ സൂത്രവാക്യം, സ്ട്രെങ്തൻ യുവർ ബോണ്ടിങ്സ്, നമ്മളുടെ ബന്ധങ്ങളെ ശക്തമാക്കുക. അപ്പോൾ വീണ്ടും കെമിസ്ട്രിയിലേക്ക് പോകാം. നമ്മൾ കെമിസ്ട്രിയിൽ ഒരുപാട് ബോണ്ടിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ഒന്ന് ഓർമ്മിച്ച് പറയാൻ ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒന്ന് പറയാമോ സാർ? ഹൈഡ്രജൻ ഓക്സിജനോട് ചേർന്ന് വെള്ളമായി മാറുന്നു. വെരി ഗുഡ് സാർ. അതെ, കോവലന്റ് ബോണ്ട്. ആ കോവാലന്റ് ബോണ്ടിങ് ഉണ്ട്, അയണിക് ബോണ്ടിങ്. വെരി ഗുഡ് സാർ. ഈ അയണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം, അയണിക് ബോണ്ടിൽ നോക്കൂ സാർ, ഒരു ഇലക്ട്രോൺ സോഡിയം ഒരു ഇലക്ട്രോൺ ക്ലോറിന് വിട്ടുകൊടുക്കുന്നു. അതായത് ഒരു ഇലക്ട്രോൺ കൂടുതലുള്ള, നമ്മൾ കൂടുതൽ കെമിസ്ട്രി പറയണ്ടല്ലോ, ആള് സോഡിയം ക്ലോറിന് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ സോഡിയം പോസിറ്റീവ് അയണും ക്ലോറിൻ നെഗറ്റീവ് അയണും ആയി കഴിയുമ്പോൾ അവർ തമ്മിൽ അട്രാക്ട് ചെയ്ത് സോഡിയം ക്ലോറൈഡായി മാറും. ഉള്ളവൻ അങ്ങനെ സംഭവിക്കുന്നു. അതൊരു ബോണ്ടിങ് തന്നെയാണ്. അത് നമുക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതായിട്ടും മറ്റുള്ളവരോട് നമ്മൾ വാങ്ങേണ്ടതായിട്ടും വരുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ ബോണ്ടിങ് നോക്കൂ സാർ, പവർഫുൾ ബോണ്ടിങ്, കോവാലന്റ് ബോണ്ടിങ്. ഇവിടെ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയല്ല, പരസ്പരം ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്ക് നീയും നിനക്ക് ഞാനും എന്ന രീതിയിൽ ഷെയറിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ കുടുംബത്തിൽ ഇതാണ് വേണ്ടത്. എന്താണ്? കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ദമ്പതികളിൽ നിന്ന്, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബം സൃഷ്ടിക്കുന്ന ദമ്പതികളിൽ നിന്നാണ് ഈ ബോണ്ടിങ് ആരംഭിക്കേണ്ടത്. നമ്മളുടെ ജീവിതം നിലനിർത്താൻ, ഇതാണ് കോവാലന്റ് ബോണ്ടിങ്. നമ്മുടെ ജീവിതം നിലനിർത്താൻ ഓക്സിജൻ എത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു എന്ന് കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഓക്സിജന് വേണ്ടി നെട്ടോട്ടമോടുന്നതും ഓക്സിജൻ ഇല്ലാതെ കിട്ടാതെ മരണപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ ജീവൻ നിലനിർത്താൻ ഓക്സിജൻ എത്രമാത്രം ആവശ്യമാണോ അത്രയധികം ആവശ്യമുള്ളതാണ് നമ്മുടെ ജീവിതം നിലനിർത്താൻ ബോണ്ടിങ്. The more energy you put into a bond, the harder it is to break. ശരിയല്ലേ സർ? എത്രമാത്രം സ്ട്രോങ് ആണോ അത്രമാത്രം പ്രയാസമായിരിക്കും ആ ബോണ്ടിങ് നമുക്ക് തകർക്കാനായിട്ട്. ബോണ്ടിങ്ങിന്റെ മനോഹരമായ ഒരു ശൃംഖല എത്ര സുന്ദരമാണ്. ദമ്പതികളിൽ നിന്ന് തുടങ്ങി ഇവിടെ ഫാദർ, മദർ, പേരൻസും കുട്ടികളും തമ്മിലുള്ള ആ ബോണ്ടിങ്, കുട്ടികൾ തമ്മിലുള്ള ബോണ്ടിങ്, അതുപോലെ ഗ്രാൻഡ് പേരൻസുമായുള്ള സുന്ദരമായ ബോണ്ടിങ്, പെറ്റ്സുമായും മറ്റ് ജീവജാലങ്ങളുമായിട്ടുള്ള ബോണ്ടിങ്, സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളുമായിട്ടുള്ള ബോണ്ടിങ്, പിന്നെ നമ്മളുടെ തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരും മറ്റുള്ള കൂട്ടുകാരുമൊക്കെ ആയിട്ടുള്ള ആ ബോണ്ടിങ്, സൊസൈറ്റിയുമായിട്ടുള്ള ബോണ്ടിങ്, പ്രകൃതിയുമായിട്ടുള്ള ബോണ്ടിങ്. ഈ ബോണ്ടിങ്ങുകളെല്ലാം എത്ര ഭംഗിയായിട്ട് നമുക്ക് നിലനിർത്താൻ സാധിക്കും. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, പലപ്പോഴും ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ, ചെമ്പ് പാത്രങ്ങൾ ക്ലാവ് പിടിക്കുന്നത് പോലെ നമ്മളുടെ ബന്ധങ്ങളിലും വൈകല്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഒരു 2 മാസം മുമ്പ് എൻ്റെ ഒരു സ്റ്റുഡന്റ് സാബുവിനെ കാണാനിടയായി. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ടീച്ചർ ഞാൻ നല്ല വില പിടിച്ച കാർ വാങ്ങി, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ വീട് പണിതു, ബാങ്ക് ബാലൻസും ഉണ്ട്, പക്ഷെ അവൾ എന്നെ വിട്ടിട്ട് പോയി, മറ്റൊരു കൂട് തേടി അവൾ പോയി.
മറുതീരം തേടി അവൾ പോയി. അപ്പൊ ഞാൻ ചോദിച്ചു അത് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ പറഞ്ഞു അവൾക്ക് പാട്ട് പാടണമായിരുന്നു, അവൾക്ക് ഡാൻസ് ചെയ്യണമായിരുന്നു. എനിക്കതൊന്നും നോക്കാൻ നേരമുണ്ടായിരുന്നില്ല. അവള് അങ്ങനെ പോയി. ഇപ്പൊ 10 വർഷമായിട്ട് ഞങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ്. എനിക്ക് എന്റെ മകളെ ഒന്ന് കാണാൻ പോലും സാധിക്കുന്നില്ല എന്ന സങ്കടമാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ ജീവിതം വെള്ളത്തിൽ വരച്ച വര പോലെയായി പോയി എന്ന് പറഞ്ഞു. എന്താണ് ഇത്? ഈ സാബുവിന്റെ മാത്രം കഥയല്ലല്ലോ, ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു നേർ ചിത്രമല്ലേ ഇവിടെ കാണുന്നത്. എന്തായിരിക്കും സാർ ഇവിടെ സംഭവിച്ചത്? ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? There is no mutual understanding, I think. ശരിയാണ് സാർ, അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ജീവിതത്തിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ബോണ്ട് ബ്രേക്ക് ചെയ്തു. പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, കേൾക്കാൻ സാധിക്കുന്നില്ല, അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് തന്നെ പോകാം. ഒരു ദിവസത്തെ സംഭവ ബഹുലമാക്കുന്നത് നമ്മൾ തന്നെയല്ലേ? നമ്മുടെ ഇപ്പൊ അത്രയും പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും പണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, പാലൊന്ന് തിളച്ചു തൂകിയാൽ, പയറുതോരനിൽ ഒരു കല്ല് കടിച്ചാൽ, നമ്മൾക്ക് വിളമ്പിയ പാത്രത്തിലെ ചോറിൽ ഒരു തലമുടി കണ്ടാൽ, മക്കൾ തമ്മിൽ ഒന്ന് വഴക്കുണ്ടായാൽ ഒക്കെ താളം തെറ്റുകയാണ്. അതുപോലെ ജോലി കഴിഞ്ഞു വരുന്ന ഭർത്താവിനോട് ഭാര്യ ഒന്ന് ചെന്ന് കുശലം പറയാനായിട്ട് ചെല്ലുമ്പോ എന്താ ചേട്ടാ താമസിച്ചെന്ന് ചോദിക്കുമ്പോ ചേട്ടന്റെ ആ പ്രതികരണത്തിനനുസരിച്ച് അന്നത്തെ രീതി മാറുകയാണ്. അടുക്കളയിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭാര്യയുടെ അടുത്ത് എന്നിട്ട് ഇന്ന് ദോശയാണോ എന്ന് ഒന്ന് ചോദിച്ച് അവളുടെ തോളിലൊന്ന് തട്ടി ഇന്ന് ദോശയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടരും. പക്ഷെ ഇന്നും ദോശയാണോ എന്ന് ചോദിച്ചു പോയാൽ വേറെ രീതി മാറിപ്പോയി. ഇപ്പൊ നമ്മളുടെ ആ സംഭാഷണത്തിന്റെ ടോണിനനുസരിച്ച് അന്നത്തെ ദിവസത്തിന്റെ നിറം മാറുകയാണ്. ശരിയല്ലേ സാർ? തീർച്ചയായും അർത്ഥം മാറും. ആ ടോണിനനുസരിച്ച് അർത്ഥം മാറിക്കൊണ്ടിരിക്കും. അർത്ഥം മാറുക തീർച്ചയായിട്ടും. ആ നല്ല അർത്ഥം നമുക്ക് നല്ല കളർഫുൾ ആക്കാൻ നമ്മൾ നോക്കിയാൽ സാധിക്കില്ലേ? സാധിക്കില്ലേ സാർ? തീർച്ചയായും. തീർച്ചയായും. ലൈഫ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ, ഇറ്റ് ഓൺലി റിക്വയർസ് ബാലൻസിങ് അല്ലേ സാർ? അപ്പൊ ഇനി നമുക്ക് അതിനു മുമ്പ് ഒരു ശ്രീകുമാരൻ തമ്പിയുടെ ഒരു ഇരടി കേൾക്കാം. ഹൃദയം കൊണ്ടെഴുതിയ കവിത പ്രണയാമൃതം അതിൻ ഭാഷ. ഹൃദയം കൊണ്ടെഴുതിയ കവിത പ്രണയാമൃതം അതിൻ ഭാഷ. അർത്ഥം അനർത്ഥമായി കാണാതിരുന്നാൽ അക്ഷരത്തെറ്റ് വരുത്താതിരുന്നാൽ മഹാകാവ്യം ദാമ്പത്യം ഒരു മഹാകാവ്യം. ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ. ശരിയല്ലേ സാർ? അർത്ഥം അനർത്ഥമായി കാണാതിരുന്നാൽ, അക്ഷരത്തെറ്റ് വരുത്താതിരുന്നാൽ ഒരു മഹാകാവ്യമല്ലേ നമ്മുടെ ജീവിതം? നമുക്ക് അടുത്ത നമ്മുടെ കർത്തവ്യത്തിലേക്ക്. കുട്ടികളെ വളർത്തുമ്പോൾ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാളെ അവരുടെ മനസ്സിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ അവരോടൊപ്പം ജീവിക്കണ്ടേ? ഇന്ന് കുട്ടികൾ നമ്മളിൽ നിന്നും അകന്നു പോവുകയാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോണുകൾ അകന്നു പോകും. ഈ ഇലക്ട്രോണുകൾ അകന്നു പോകുമ്പോൾ മറ്റുള്ള കൂട്ടുതേടി യൂട്യൂബിലെ, ഫേസ്ബുക്കിലെ, വാട്സപ്പിലെ ഒക്കെ സന്ദേശങ്ങളും സ്നേഹ വാഗ്ദാനങ്ങളും തേടി ഇവരിങ്ങനെ പോവുകയാണ്. അവർ തേടുന്നത് മരീചികയാണ്. മയക്കുമരുന്ന്, കഞ്ചാവ്, മറ്റു കൂട്ടുകെട്ടുകളിലേക്കെല്ലാം പോവുകയാണ്. ഇതിന്റെ കാരണം എന്തായിരിക്കാം? നമ്മളുടെ ബോണ്ടിങ്ങിന്റെ കുറവ് തന്നെയല്ലേ? കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ഒരു കാർപ്പൻ്റർ ആണോ ആകേണ്ടത്, ഒരു ഗാർഡനർ ആണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കട്ടെ. ഒരു ശില്പിയാകുമ്പോൾ നമ്മളുടെ ഇംഗിതത്തിനനുസരിച്ച്, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അവരെ ചെത്തി മിനുക്കുകയാണ്. പക്ഷെ ഒരു തോട്ടക്കാരനാവുമ്പോൾ,
ഒരു ഗാർഡനർ ആവുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ നമ്മൾ വളർത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അവരെ നമ്മൾ ചേർത്ത് നിർത്തണം, അവരുടെ കണ്ണുകളിലേക്ക് നോക്കണം, അവരോട് സംസാരിക്കാൻ അനുവദിക്കണം. അവർ പറയുന്നത് നമ്മൾ അവരുടെ തലയിൽ തലോടിക്കൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് പറയാനുള്ള മുഴുവൻ നമ്മൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളെ വിട്ടുപോകാൻ സാധിക്കില്ല. ആ ന്യൂക്ലിയസിലേക്ക് അവരെ നമുക്ക് ആകർഷിച്ച് ചേർത്ത് നിർത്താൻ സാധിക്കും. അവർക്ക് നമ്മളോടൊന്നും മറച്ചു വെക്കാൻ സാധിക്കില്ല. ആ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് അവർ തീർച്ചയായിട്ടും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റുള്ളവരോട്, മുതിർന്ന ആൾക്കാരോട്, നമ്മളുടെ പേരൻസിനോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്ന് അവരെ പഠിപ്പിക്കുകയല്ല വേണ്ടത്, നമ്മളത് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ബന്ധം വളരെ സ്ട്രോങ് ആയിരിക്കും. അതുപോലെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജനാണ്, പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുമ്പോൾ ജലം ഉണ്ടാവും. കാർബണും ഓക്സിജനും കൂടി ചേരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. മദ്യം ആൽക്കഹോളാണ്. പ്ലാസ്റ്റിക് കത്തുമ്പോൾ വിഷവാതം ഉണ്ടാകും. ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയാണ്? A+ വാങ്ങാനായിട്ടാണ് കുട്ടികൾ ശ്രമിക്കുന്നത്. ജീവിതത്തിന്റെ രസതന്ത്രം അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രകൃതിയുടെ രസതന്ത്രം അവരറിയണം. വരും തലമുറയ്ക്ക് കൂടി ഇവിടെ വാസം സാധ്യമോ എന്ന് പറയാൻ ഈ കുട്ടികളെ പ്രാപ്തരാക്കണമെങ്കിൽ പ്രകൃതിയുടെ രസതന്ത്രം അവർ പഠിക്കണം. ഇങ്ങനെ എല്ലാ വ്യക്തികളുമായും സമൂഹവുമായും നേച്ചറുമായും ആ ബന്ധം സൂക്ഷിക്കാൻ നമ്മൾ അവർക്ക് മാതൃകയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു ഓഡിയോ കൂടി കാണാം. ഇന്നലത്തെ ഹോംവർക്ക് എല്ലാവരും ചെയ്തു കഴിഞ്ഞല്ലോ. ഇംഗ്ലീഷും ഹിന്ദിയും മാത്രം പഠിച്ചാ പോരാ, മാതൃഭാഷയും നന്നായി വശമാക്കിയിരിക്കണം. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവുന്നു. വസുധൈവ കുടുംബകം. ശരിയാണല്ലേ? വ്യക്തി നന്നായാൽ കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ സമൂഹം നന്നാവും. ഇത് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലക്കം എന്ന സിനിമയിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകളാണ്. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സൂത്രവാക്യത്തിലേക്ക് ഒന്ന് കടക്കാം. ബി ഹാപ്പി വിത്ത് വാട്ട് യു ആർ. നമ്മൾക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മൾ സന്തുഷ്ടരായാൽ, സന്തോഷിച്ചാൽ, പോസിറ്റീവ് ചിന്തയോടുകൂടി, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തെ പ്രണയിക്കാനായിട്ട് സാധിക്കും. ജീവിതത്തെ എങ്ങനെ നമ്മൾ കാണുന്നു എന്നനുസരിച്ചാണ് നമ്മളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. തിങ്ക് ലൈക്ക് എ പ്രോട്ടോൺ. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്. ഇതെല്ലാം നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തിങ്ക് ലൈക്ക് എ പ്രോട്ടോൺ. ഇങ്ങനെ പോസിറ്റീവ് ചാർജ് നമുക്ക് നിലനിർത്താൻ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് നിലനിർത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? എന്തൊക്കെ ചെയ്യാൻ സാധിക്കും സാർ? നിങ്ങൾക്ക് എല്ലാവരും എല്ലാവർക്കും നല്ല അനുഭവസ്ഥരാണ്, ഒരുപാട് അറിവുള്ളവരാണ്, നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. പോസിറ്റീവ് ചിരിച്ചാ മതി, ആരെ കണ്ടാലും ചിരിക്കുക, ആരെ കണ്ടാലും ചിരിക്കണം. താങ്ക് യു സർ. അതുപോലെ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വറീസ് ഒന്നും ഇല്ല, ഭാവിയെ കുറിച്ച് വറീസ് ഇല്ല, കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ചും വറീസ് ഇല്ല, സന്തോഷം മാത്രം. താങ്ക് യു സർ. ഈ നിമിഷവും കടന്നു പോകും എന്നുള്ള ചിന്ത. ഈ നിമിഷവും കടന്നു പോകും. ശരിയാണ് സാർ. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ എപ്പോഴും അലട്ടുമെങ്കിൽ പോലും നമ്മളുടെ ചിന്തകളെ പോസിറ്റീവായി നിർത്താൻ തീർച്ചയായിട്ടും ഇതുപോലുള്ള കൂട്ടായ്മകൾ, ഇത്രയും നല്ലൊരു കൂട്ടായ്മ, ഈ കൂട്ടായ്മയിലൊക്കെ വരുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാനേ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ എന്ത് കാര്യം കാണുമ്പോഴും അതിൽ സന്തോഷം കാണുകയും ആരെ കാണുമ്പോഴും അവരോട് സന്തോഷത്തോടെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ സാധിക്കില്ലേ? വിത്തിനകത്ത് ഒരു മരമുണ്ടെന്നും മരത്തിൽ നിന്നും ധാരാളം ഫലം കിട്ടുകയും അതിൽ നിന്ന് വീണ്ടും വിത്തുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു നമുക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോൾ നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ സാധിക്കും. നമുക്ക് ചുറ്റും ചിതറിക്കിടക്കുന്ന സന്തോഷത്തിന്റെ കുന്നിക്കുരുകളെ പെറുക്കിയെടുത്ത്
സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് ടോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് സാബു സാറൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ച് തന്നെ ക്ലാസ് എടുക്കുന്ന ആളാണ്. എങ്കിലും യെസ് ഐ ക്യാൻ, ഐ ആം ദ ബെസ്റ്റ്, ടുഡേ ഈസ് മൈ ഡേ എന്നിങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിലനിർത്താനായിട്ട് സാധിക്കും. അതുപോലെ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിലനിർത്താനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് പിടിച്ചു കയറിയ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാനായിട്ട്. ആ വ്യക്തി PD പ്രമോദ്. അദ്ദേഹം എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്. ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമമായ കഞ്ഞിക്കുഴി. ആ കഞ്ഞിക്കുഴിയിൽ ജനിച്ച പ്രമോദിന് 2 കൈകൾക്കും വൈകല്യമുണ്ടായിരുന്നു. ഇടത് കൈ ഉണ്ടായിരുന്നില്ല. വലത് കൈ ശോഷിച്ച് ചുരുങ്ങിയിരുന്നു. ഒരു കായിക താരമാകണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് ഈ വൈകല്യം തടസ്സമാകാതിരിക്കാൻ പ്രമോദ് നടന്നത് അനുഭവങ്ങളുടെ തീച്ചുളയിലൂടെയാണ്. പക്ഷെ പുഞ്ചിരിക്കുന്ന മുഖമായി മാത്രം പ്രമോദിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. സ്കൂൾ ഗ്രൗണ്ടിൽ പ്രകാശം പരത്തിക്കൊണ്ട്, സ്കൂൾ വരാന്തയിലൂടെ പുഞ്ചിരിച്ചുകൊണ്ട് ആ കുട്ടി നടന്നു. ഇന്ന് അദ്ദേഹം ആയിരങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഇന്റർനാഷണൽ അത്ലറ്റും ഫുട്ബോൾ കോച്ചുമാണ്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. ഏബിൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ്. ഏബിൾ എന്ന് പറഞ്ഞ കഴിവാണ്, ഏബിൾഡ് ആണ്. കാരണം അവർ ജനിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും 2 കൈയും കാലും ഉള്ളവർ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ പരിശോധിച്ചാൽ അറിയാം, സ്റ്റീഫൻ ഹോക്കിൻസ്, വിസ്റ്റോറിയസ്, അതുപോലുള്ള മെയിനായിട്ടുള്ള ആൾക്കാരെല്ലാം അവർ സ്വന്തമായിട്ടുള്ള പ്രയത്നത്തിലൂടെ മാത്രം കയറുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ വൈകല്യത്തിൻ്റെ പേരിൽ നമ്മൾ വീട്ടിൽ അടഞ്ഞിരിക്കുന്നത് ശരിയല്ല. നമ്മളും എല്ലാ ജനങ്ങളെ പോലെ ഒരു ഇന്ത്യൻ പൗരനും എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം, എനിക്കിത് കഴിയും എന്നുള്ളത് അല്ലേ? ചന്ദ്രനിൽ ചെല്ലാൻ നമുക്ക് കഴിയുമെന്ന് വെച്ചാൽ കഴിയും, എനിക്ക് പറ്റില്ല എന്ന് വെച്ചാൽ പറ്റില്ല. നമ്മുടെ എല്ലാം മനസ്സാണ്. ഒരു സർക്കാർ ജോലി കിട്ടിയാൽ എന്തു ചെയ്യും? ലീവ് എടുക്കുമെന്നാണോ? അങ്ങനെയൊന്നും ചിന്തിച്ചില്ലെങ്കിലും അതുവരെയുള്ള പൊതുപ്രവർത്തനമൊക്കെ നിർത്തി സ്വന്തം കാര്യം നോക്കി ജീവിക്കാനാണ് നമ്മൾ പലരും താല്പര്യപ്പെടുക. പക്ഷെ അങ്ങനെയല്ലാത്ത ഒരാളുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന താങ്ക് യു സാർ. പ്രമോദ് ഇവിടെ വന്നിട്ട്, പ്രമോദ് ഉണ്ടോ? പ്രമോദ്? സാർ, പ്രമോദിനെ ഞാൻ ഈ വേദിയിലേക്ക്, നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ഹായ് പ്രമോദ്, വെൽക്കം. സാർ, എല്ലാവർക്കും സന്ധ്യാവന്ദനം. യെസ്, കേൾക്കാമോ സാർ? കേൾക്കാം, പറഞ്ഞോളൂ. കാണാമോ സാർ? പ്രമോദ് വീഡിയോ ഉണ്ടോ? കാണാം. സാർ, ഞാൻ എൻ്റെ ഒരു പ്രമോദ്, എൻ്റെ അധ്യാപികയാണ് ടീച്ചറ്. എന്നെ 8 മുതൽ 10 വരെ പഠിപ്പിച്ചു. നിങ്ങളെ വീഡിയോ കണ്ടു കാണും. ഞാനൊരു കൈയില്ലാത്ത വ്യക്തിയാണ്. എങ്കിലും ഒരു ഡിസേബിൾഡ്, എല്ലാവരും പറയപ്പെടുന്നത് ഡിസേബിൾഡ് എന്നാണ് പറയപ്പെടുക. ഞാനും പറയും ഡിഫറൻ്റ്ലി ഏബിളാണ്. നമ്മളൊരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പല വിധത്തിലുള്ള ശാരീരിക പ്രയാസങ്ങളുണ്ടാവും. ഞാൻ പറയുന്നത് ഈ ശാരീരിക പ്രയാസങ്ങളല്ല, മാനസികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്നത്. അവരാണ് ഏറ്റവും അധികം ഡിസേബിൾഡ് എന്ന് പറയുന്നത്. ഡിഫറൻ്റ്ലി അല്ല, ഡിസേബിൾഡ്. എന്നെ സംബന്ധിച്ച് എൻ്റെ കഴിവുകൾ വളർത്തിയെടുത്തത് എൻ്റെ രക്ഷിതാക്കളും ടീച്ചേഴ്സും
എല്ലാവരുടെയും സഹകരണത്തോടെ, ഞാൻ വൈകല്യമുള്ള ആളല്ല, സാധാരണ വ്യക്തികളെ പോലെ തന്നെ അവരെന്നെ കണ്ടു, എന്നെ പഠിപ്പിച്ചു. ഞാനിപ്പോൾ ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കായിക താരവും ഏഷ്യൻ ഫുട്ബോൾ കോച്ചുമാണ്. എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്, എല്ലാവരും ഡിസേബിൾഡ് എന്നുള്ള പദം ഒരിക്കലും നമ്മൾ പ്രയോഗിക്കാൻ പാടില്ല. കാരണം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്. നാം മാധ്യമങ്ങളിലും മീഡിയാസിലും കണ്ടിട്ടുണ്ടാവും, ഡിസേബിൾഡ് അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർ പല വിധത്തിലുള്ള കഴിവുകൾ അവരിൽ നിന്ന് കാണാൻ കഴിയും. മറ്റുള്ള 2 കൈയും കാലുമുള്ളവരിൽ നിന്നും ഒരു അനുഭവവും നമുക്ക് പഠിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട എല്ലാ സഹായവും പ്രോത്സാഹനവും നൽകണമെന്നാണ് എനിക്ക് ഈ സമയത്ത് ഈ എന്നെ ശ്രമിക്കുന്ന എല്ലാ സാർമാർക്കും അധ്യാപകർക്കും എനിക്ക് നൽകാനുള്ള. താങ്ക് യു പ്രമോദ്. നമുക്ക് ഈ അധ്യാപകയ്ക്കും ഈ കുട്ടിക്കും ഈ ശിഷ്യനും ഒരു കയ്യടി കൊടുക്കാം. കാരണം അത്ര മനോഹരമായി. താങ്ക് യു രണ്ടുപേർക്കും. ഓക്കെ താങ്ക് യു സാർ. ഇത്രയും നല്ലൊരു വേദിയിൽ വരാനും പ്രമോദിനെ എനിക്കിന്ന് വിളിച്ചപ്പോൾ കിട്ടാനും ഇവിടെ അവതരിപ്പിക്കാനും സാധിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നിങ്ങൾ ആർക്കെങ്കിലും അഡ്മിറ്റ് സംസാരിക്കാം കേട്ടോ. പ്രമോദിനെ തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ നൽകേണ്ട സമയമാണ്. ആർക്കെങ്കിലും അഡ്മിറ്റ് ചെയ്ത് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. ഇന്ന് പൈനാവ് കളക്ടറേറ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ആ ജോലി അദ്ദേഹത്തിന് കിട്ടിയത്. പ്രമോദിനെ നമ്മൾക്ക് പരിചയപ്പെടുത്തിയ ടീച്ചറിനെ തന്നെ ആദ്യം ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രമോദ് വളരെ ചെറുപ്പത്തിലെ തന്നെ ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, അതായത് പല വിഷമങ്ങളും അറിഞ്ഞു വളർന്നയാളാണ്. ആ സമയത്തൊക്കെ ഒരു പക്ഷേ പ്രമോദിനെ ഒത്തിരി പേര് നിരാശപ്പെടുത്തിയിട്ടുണ്ടാകാം. പ്രത്യേകിച്ച് ഈ സ്പോർട്സിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൈമേലാത്ത ആളാണോ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് നിരാശപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷെ എനിക്ക് പ്രമോദിനെ കുറിച്ചുള്ള അഭിമാനം, പ്രമോദ് ഈ നിരാശപ്പെടുത്തിയവരെ എല്ലാം പ്രമോദ് നിരാശപ്പെടുത്തി എന്നുള്ളതാണ്. എത്ര വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും പ്രമോദ് പിടിച്ചു നിന്നു, പിടിച്ചു കയറാനായിട്ട് സാധിച്ചു. അത് പ്രമോദിന്റെ വിജയത്തിൽ എത്തിച്ചേരാൻ പ്രമോദിന് സാധിച്ചു. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ പ്രമോദിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സാർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കാർബണിന് 3 രൂപാന്തരങ്ങളുണ്ട്: കരി, ഗ്രാഫൈറ്റ്, വജ്രം. ഇതിൽ ഏറ്റവും ശുദ്ധമായ ഏറ്റവും തിളക്കമാർന്ന ഒരു രൂപമാണ് വജ്രം. ഇതുപോലെ ഈ ഇത്തരം വജ്രങ്ങളായി തിളങ്ങാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ലൈഫ് ഈസ് കെമിസ്ട്രി. ഡൈല്യൂട്ട് യുവർ സോറോസ്, ഇവാപ്പറേറ്റ് യുവർ വറീസ്, ഫിൽട്ടർ യുവർ മിസ്റ്റേക്സ് ആൻഡ് ബോയിൽ യുവർ ഈഗോ. യു വിൽ ഗെറ്റ് ദ ക്രിസ്റ്റൽ ഓഫ് ഹാപ്പിനെസ്. ശരിയല്ലേ സർ? തീർച്ചയായും. വെരി ബ്യൂട്ടിഫുൾ ഡെഫിനിഷൻ. നമ്മൾക്ക് അങ്ങനെ നമ്മളുടെ സോറോസിനെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാം സർ. നമ്മളുടെ വറീസിനെ നമുക്ക് ഇവാപ്പറേറ്റ് ചെയ്യാം. നമുക്ക് അരിച്ചെടുക്കാം നമ്മളുടെ മിസ്റ്റേക്സിനെ. നമ്മുടെ ഈഗോയെ നമുക്ക് തിളപ്പിച്ച് നമുക്ക് കളയാം. നമ്മൾക്ക് നല്ല തിളക്കമുള്ള വ്യക്തികളായി മാറാം. 3ാമത്തെ സൂത്രവാക്യം, ബൗൺസ് ബാക്ക് ഫ്രം അഡ്വേഴ്സിറ്റി. നമുക്ക് തിരിച്ചു വരണം. പ്രഹരങ്ങളിൽ നിന്നും, നമ്മളെ ബാധിക്കുന്ന ആഘാതങ്ങളിൽ നിന്നും നമുക്ക് തിരിച്ചു വന്നേ പറ്റൂ. നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരേപോലെയല്ല നമ്മളുടെ ജീവിതം ഒഴുകുന്നത്. സുഖദുഃഖ സമ്മിശ്രണമാണ്. പല രീതിയിലും നമ്മളെ പിടിച്ചു കുലുക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ അടുത്ത 4 വർഷമായിട്ട് നമ്മളെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന 2 സംഭവങ്ങൾ. 2018 നമുക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത ഒരു സംഭവം ഏതാണ് സർ? പ്രളയം. അതായത് ഞങ്ങളുടെ ഇടുക്കിയിലൊക്കെ എന്ന് പറഞ്ഞാൽ മഴവെള്ളം മലവെള്ളമായി മാറുകയാണ് ചെയ്തത്. പ്രളയം എന്ന് പറയുന്നത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കേട്ടറിവ് മാത്രമാണ്, അനുഭവിച്ചിട്ടില്ലാത്തവർക്ക്. പക്ഷെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകി പോകുമ്പോൾ, ഉറ്റവർ അങ്ങകലങ്ങളിലേക്ക് മറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രളയം വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മ തന്നെയാണ്. 2018 ഈ പ്രളയത്തിന് ഞാനൊരു
നേർസാക്ഷിയായിരുന്നു. ഞങ്ങളുടെ ഇവിടെയെല്ലാം ശക്തമായ മഴയായി ഡാം തുറന്നു. ഡാമിന്റെ 5 ഷട്ടറുകളും തുറന്നു. മണ്ണുകൾ കുത്തിയൊലിച്ചു പോയി. ആളുകളുടെ വീടും പറമ്പും എല്ലാം ഒലിച്ചു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ എന്താണ് ഞങ്ങളുടെ വീട്ടിലും ഒരു 5 കുടുംബം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയില്ല, അതുകൊണ്ട് 5 ഫാമിലി ഉണ്ടായിരുന്നു. ഇതുപോലെ അന്ന് എല്ലാവരെയും തന്നെ ഒരു കൂരക്കീഴിൽ ഒതുക്കുകയാണ് ചെയ്തത്. സ്കൂളുകളിൽ, തിയേറ്ററുകളിൽ, ക്യാമ്പുകളിൽ എല്ലാം തന്നെ. ഈ പ്രളയം നമുക്ക് 2019 പെട്ടിമുടി ദുരന്തം മൂന്നാർ മേഖലയിലുണ്ടായ അതിദാരുണമായ സംഭവം. അതിനുശേഷം നമ്മളൊന്ന് തിരിച്ചു വന്ന് തുടങ്ങിയപ്പോഴേക്കും വീണ്ടും 2019 കോവിഡ്, ഒരു കുഞ്ഞൻ വൈറസ് നമ്മളെ വീണ്ടും പിടികൂടി. നമ്മുടെ സന്തുലനാവസ്ഥ, നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ പ്രതിസന്ധികൾ വന്നു. പക്ഷെ നമ്മൾ തിരിച്ചു വന്നു. നമ്മളെല്ലാവരും നമ്മളുടെ ആ കംഫർട്ട് സോണിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ സുന്ദരമായ പുഞ്ചിരികളെ മാസ്കുകൾ മറച്ചു കളഞ്ഞു. PPE കിറ്റ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. അങ്ങകലെയുള്ള ഓഫീസുകളും സ്കൂളുകളും 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി. വാക്സിനുകളെ ഭയപ്പെട്ടിരുന്ന നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത്? വാക്സിനുകൾക്കായി നമ്മൾ ക്യൂ നിൽക്കുകയാണ്. എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത്. പക്ഷെ നമ്മൾ തിരിച്ചു വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ സൂം പ്ലാറ്റ്ഫോമുകളിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. ഇത്രയും പോസിറ്റീവ് എനർജിയുള്ള ഇന്ന് തന്നെ എനിക്ക് ഈ ഗ്രൂപ്പിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. സുജിത്ത് എന്നോട് പറഞ്ഞു, ടീച്ചർ ഒരു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് കിട്ടിയത്. നിങ്ങളെ എല്ലാവരും ഒന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനും നിങ്ങളുടെ മുമ്പിൽ വന്ന് ഈ ക്ലാസ് എടുക്കാനും എനിക്ക് ഇതെങ്ങനെ സംഭവിച്ചതെന്ന് തന്നെ എനിക്ക് തോന്നുകയാണ്. ഞാനൊരു ട്രെയിനി മാത്രമാണ്, 19ാം ബാച്ചിലെ അംഗം മാത്രമാണ്. എങ്കിൽ പോലും എനിക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ സാധിച്ചു എന്നുള്ളതും ഒക്കെ തീർച്ചയായിട്ടും ഈ കോവിഡ് നൽകിയ പാഠങ്ങൾ തന്നെയാണ്. അതിന്റെ പോസിറ്റീവ് വശങ്ങളാണ്. നമ്മൾ തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, നമ്മൾ ജീവിതത്തെ ആ നല്ല രീതിയിൽ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയകളെ, ഈ പ്രതിഭാസങ്ങളെ കെമിസ്ട്രിയിൽ ഒരു വലിയ തത്വമായിട്ട് പറയുന്നുണ്ട്. ജയൻ സാർ എന്നോട് ചോദിച്ച സാർ പറഞ്ഞു, കെമിസ്ട്രി എന്ന് ഓർക്കുമ്പോൾ സാറിന് ഓർമ്മ വരുന്ന ഇദ്ദേഹത്തെയാണ്. ഇദ്ദേഹത്തിന്റെ ഫ്രാൻസിൽ ജനിച്ച ഒരു കെമിസ്റ്റാണ് ലേ ഷാറ്റ്ലിയർ. അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത് ഇത് തന്നെയല്ലേ, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനും മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക രീതിയിൽ ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിലേക്ക് എത്തും. നമ്മളുടെ ജീവിതത്തിൽ അത് തന്നെയല്ലേ സാർ സംഭവിച്ചത്? മർദ്ദത്തിന്റെ രൂപത്തിൽ, ഗാഢതയുടെ രൂപത്തിൽ, താപനിലയുടെ രൂപത്തിൽ പ്രളയവും സുനാമിയും കോവിഡും ഒക്കെ വന്നു. പക്ഷെ നമുക്ക് പ്രളയത്തെ മാറ്റിക്കളയാൻ നമുക്ക് കഴിഞ്ഞില്ല. കോവിഡിനെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞില്ല. സുനാമിയെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷെ അതിന്റെ ഫലത്തെ അതിജീവിച്ച് നമുക്ക് നമ്മളുടെ സന്തുലനാവസ്ഥ കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും അങ്ങനെ തന്നെയല്ലേ? സ്വച്ഛമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്ന് കുടുംബനാഥൻ മരിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം അന്ന് വരെ ഏറ്റിട്ടില്ലാത്ത അമ്മ അല്ലെങ്കിൽ അതിലെ മൂത്ത മകൻ ആ സ്ഥാനത്തേക്ക് അത്രയും ഉയരാൻ പറ്റിയില്ലെങ്കിലും ആ ഇക്വിലിബ്രിയം, ആ സന്തുലനാവസ്ഥ നിലനിർത്താൻ നമ്മൾ പ്രാപ്തരാകുന്നു. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ സാധാരണ രസതന്ത്രത്തെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അമോണിയ നിർമ്മാണത്തിൽ, സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന സൾഫർ ട്രയോക്സൈഡിന്റെ നിർമ്മാണത്തിലൊക്കെയാണ് കുട്ടികളെ ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് എല്ലാ SSLC പരീക്ഷയ്ക്കും 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോ ഈ കുട്ടികൾ ഇത് പലപ്പോഴും ഇതിലെ ഒരു വാക്ക് തെറ്റിക്കും. ഈ വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം എന്ന് വിട്ടുപോകും. അതായത് എക്വിലിബ്രിയം നിലനിർത്താൻ വേണ്ടി ടെമ്പറേച്ചറിലും പ്രഷറിലും കോൺസെൻട്രേഷനിലും ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച്, ഇവിടെ ഇത് പറയുമ്പോൾ കെമിസ്ട്രിയാണ്, ഇവിടെ ഇക്വിലിബ്രിയം N2+3H2 gives അമോണിയ. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും ഒരു കെമിസ്ട്രി ടീച്ചർ എന്ന നിലയിൽ ഞാനത് ആവേശത്തോടുകൂടി വീണ്ടും ഒന്ന് പറഞ്ഞു പോകുന്നതാണ് സാർ. അതായത് ഇവിടെ ഈ ഗാഢത, ഇവിടെ ഈ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന ഈ പ്രോസസ് ഒരു ഇക്വിലിബ്രിയം, ഒരു സന്തുലനാവസ്ഥയിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ നൈട്രജന്റെ അളവ് കൂട്ടിക്കൊടുത്താൽ അല്ലെങ്കിൽ ഹൈഡ്രജന്റെ അളവ് കൂട്ടിക്കൊടുക്കുമ്പോൾ
ഈ ഇടതുവശത്തെ ആ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ ഇക്വിലിബ്രിയം നിലനിർത്താൻ വേണ്ടി അമോണിയ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ഈ അവസരത്തിൽ അമോണിയ നമ്മൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും ഇക്വിലിബ്രിയത്തിന് വേണ്ടി അവരൊരു റീ അറേഞ്ച് ചെയ്യും. ഇതാണ് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്ന പ്രിൻസിപ്പിൾ. നമ്മുടെ ജീവിതത്തിൽ ഇത് ശരിക്കും ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അല്ലേ സാർ? തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. അപ്പൊ ജയൻ സാറിനൊക്കെ വളരെ ഇത് എപ്പോഴും സാർ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് ലേഷറിലെ പ്രിൻസിപ്പിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും എപ്പോഴും ഇത് പഠിപ്പിച്ചു. ടീച്ചറെ അതിലെ ചില ഫാമിലീസില് ഇതിലൊരു കാറ്റലിസ്റ്റ് ഉണ്ട്. ആ കാറ്റലിസ്റ്റിന്റെ റോള് കൈകാര്യം ചെയ്യുന്നത് മദറിലോ ആണ്. അപ്പം മാരേജും അതായത് ഹസ്ബൻഡ് പ്ലസ് വൈഫായിട്ട് പോണോ പോയിട്ട് മാരേജ് ആയി പോണോ അതോ തിരിച്ച് ഹസ്ബൻഡും വൈഫായിട്ട് പോണോ എന്ന് കാറ്റലിസ്റ്റ് തീരുമാനിക്കും. അതാണ് പ്രശ്നം വരുന്നത്. അതെ സാർ. അതുപോലെ ഞാനൊന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോ കുട്ടികളോട് മനസ്സിലാക്കാൻ വേണ്ടി പറയാറുള്ള എക്സാമ്പിൾ ഇങ്ങനെയായിരുന്നു സാർ. അതായത് നമ്മള് ഇങ്ങനെ ഒരു യാത്രക്ക് പോവാണ്, മഴ പെയ്യുന്നു പെട്ടെന്ന്. നമുക്ക് മഴയെ മാറ്റാൻ സാധിക്കില്ല. പക്ഷെ മഴ മൂലമുണ്ടാകുന്ന ഫലമില്ലായ്മ ചെയ്യാൻ കൊട കയ്യിലില്ലെങ്കിൽ ബാഗ് വെച്ചോ പേപ്പർ വെച്ചോ നമുക്കൊരു ഇല വെച്ചോ ഒക്കെ നമുക്ക് തൽക്കാലം രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുള്ളുള്ള ഒരു സ്ഥലത്ത് കൂടെ നമ്മൾ നടക്കുമ്പോൾ ആ മുള്ളുകളെ മാറ്റാൻ നമുക്ക് പറ്റുന്നില്ല. പിന്നെ നമ്മൾ അതിലെ പോകുമ്പോൾ ചെരുപ്പിടുകയോ അതനുസരിച്ച് അതിനുണ്ടാവുന്ന ഫലമില്ലായ്മ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ജീവിതത്തിൽ ഒരു പുനഃക്രമീകരണം നടത്താൻ തയ്യാറാവുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തെ നമുക്ക് കുറെ കൂടെ പോസിറ്റീവായി, അതായത് അർത്ഥഗർഭമായി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അല്ലേ സാർ? ശരിയല്ലേ സാർ? നമ്മുടെ കുടുംബജീവിതത്തിൽ ഒക്കെ നമ്മൾ ഈ സന്തുലനാവസ്ഥ നിലനിർത്താൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഏത് രൂപത്തിൽ നമ്മളെ ജീവിതത്തെ നമ്മളെ തകിടം മറിക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഈ ഇക്വിലിബ്രിയം നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ, കംഫർട്ട് സോൺ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുള്ള ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലേ? ഇവിടെ 4ാമത്തെ സൂത്രവാക്യം, ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ഹാവ്. ആദ്യത്തേത് വാട്ട് യു ആർ, എന്തായിരുന്നു നമ്മൾ അതിലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് നമുക്ക് എന്ത് കിട്ടുന്നു, എന്ത് സംഭവിക്കുന്നു അതുമായി അതിൽ നമ്മൾ സംതൃപ്തരാവുക, സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമുക്ക് സന്തോഷിക്കാൻ ഒരു ദിവസം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ സന്തോഷിക്കാനുള്ള സംഭവങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. സന്തോഷത്തിന്റെ കണ്ണടകൾ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ, ഒരു ഗ്ലാസ്സിലൂടെ, ഈ കളറുള്ള ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ നമുക്ക് വസ്തുക്കൾക്ക് വ്യത്യസ്ത കളറിലാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ സന്തോഷങ്ങളെ നമുക്ക് പെറുക്കിയെടുക്കാൻ സാധിച്ചാൽ, ഈ സന്തോഷങ്ങളുടെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കിൽ എഴുതി വെക്കാൻ സാധിച്ചാൽ, ഗ്രാറ്റിറ്റ്യൂഡ് ബോക്സിൽ നിറച്ചു വെക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്കും സന്തോഷിക്കാനായിട്ട് സാധിക്കും. വേർഡ്സ്വർത്തിന്റെ ഒരു കവിത, ഡാഫഡിൽസ് എന്ന് പറഞ്ഞ കവിതയിൽ എല്ലാവരും തന്നെ വായിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കൂട്ടം ഡാഫഡിൽസ് ചെടികൾ, പൂത്തലഞ്ഞു നിൽക്കുന്ന ഡാഫഡിൽ ചെടികൾ ഇളം കാറ്റിൽ ഇങ്ങനെ ആടി ഉലയുകയായിരുന്നു. ആ കാഴ്ച അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പതിഞ്ഞു. പിന്നീട് എപ്പോഴെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമ്പോൾ അദ്ദേഹം കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നാണ് പറയുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആ സുന്ദരമായ കാഴ്ച ഇങ്ങനെ ഒഴുകി ഒഴുകി ഒരു ഇളം തെന്നൽ പോലെ ഒഴുകി ഒഴുകി വരുമ്പോൾ അദ്ദേഹത്തിന് സങ്കടങ്ങളെ മാറ്റി നിർത്താൻ കഴിഞ്ഞിരുന്നു എന്ന് പറയും. ഇതുപോലത്തെ അവസ്ഥകൾ, ഇതുപോലത്തെ സംഭവങ്ങൾ, സന്തോഷത്തിന്റെ ഒരുപാട് നിമിഷങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് ഓർക്കാൻ ശ്രമിച്ചാൽ നമുക്കതിനെ അടുക്കി വെക്കാൻ സാധിക്കും. ഇതുപോലെ എൻ്റെ ജീവിതത്തിലും ഒരുപാട് ഞാൻ കൂടുതൽ സന്തോഷങ്ങളെ തെരഞ്ഞു കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ എൻ്റെ സർവീസ് കാലഘട്ടത്തിലെ കുറിച്ച് ഞാനൊന്ന് ഓർക്കുമ്പോൾ പല പല സന്ദർഭങ്ങളിലും നല്ല അനുഭവങ്ങളാണ് എനിക്ക് ഓർക്കാനുള്ളെങ്കിൽ അതിൽ രണ്ട് കാര്യം ഞാൻ ഓർക്കുകയാണ്. എനിക്ക് സർവീസ് കാലഘട്ടത്തിൽ ബോണസായി കിട്ടിയ, ദൈവത്തിന്റെ അനുഗ്രഹം ആയിട്ട് കിട്ടിയ 2 സംഭവമാണ്. 2007 ദുബായിൽ SSLC പരീക്ഷ നടത്താനായിട്ട് പോകാൻ സാധിച്ചു. അതായത് കേരള ഗവൺമെന്റ് സിലബസ് അനുസരിച്ചുള്ള SLC പരീക്ഷയ്ക്ക് ചീഫായിട്ട് പോകാൻ സാധിച്ചു. അങ്ങനെ അവർ ഓൺ ഇന്ത്യൻ സ്കൂളിലെ ചീഫായിട്ട് പോയി പരീക്ഷ നടത്താൻ സാധിച്ചു. അത് വലിയ കാര്യമാണ്. 2010 ലക്ഷദ്വീപിൽ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ നടത്താൻ സാധിച്ചു. അപ്പൊ ദുബായിൽ പോയ അവസ്ഥ ആയിരുന്നില്ല. ലക്ഷദ്വീപിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. ആ 7.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള കവരത്തിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി പരീക്ഷ കഴിഞ്ഞ് നടക്കണമായിരുന്നു. അപ്പൊ ഞാൻ അവിടെയുള്ള കുടുംബത്തിലെ ആൾക്കാർ, അത് വളരെ സാധാരണക്കാരായ വളരെ പാവപ്പെട്ട ആൾക്കാരായിരുന്നു. നമ്മളുടെ ഈ കേരളത്തിന്റെ ഒരു രീതി വെച്ച് നമുക്ക് അവരെ അളക്കാനേ പറ്റില്ലാത്ത രീതിയിലായിരുന്നു അവരുടെ കുട്ടികളുടെ പ്രകടനങ്ങളും പരീക്ഷ എഴുതുന്നതൊക്കെ. കാരണം അവര് മലകൾ കണ്ടിട്ടില്ല,
മരങ്ങൾ കണ്ടിട്ടില്ല, പക്ഷികൾ പറക്കുന്ന അവർ കാണുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരുന്നു. അപ്പൊ ഞാൻ അവരോടൊപ്പം ആ കടൽ തീരത്തോടൊക്കെ നടക്കും, കക്ക പെറുക്കും, ആ കോറലുകളെയൊക്കെ ഞാൻ നിരീക്ഷിക്കും. അങ്ങനെയൊക്കെ ഒരു 10-17 ദിവസം അവിടെ താമസിച്ചു. അവരുമായിട്ട് വളരെയധികം നല്ല സൗഹാർദ്ദം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അവരെന്നിട്ട് വർഷത്തിലൊരിക്കൽ കേരളത്തിൽ വരും. അവർ പറയണ കര എന്നാണ്. അപ്പൊ എന്റെ വീട്ടിൽ വരും, താമസിക്കും. ഇവിടെ വന്നു കഴിയുമ്പോൾ മൂന്നാറിലും ഇടുക്കിയിലൊക്കെ ഞങ്ങൾ അവരെ കൊണ്ട് കാണിച്ചു കൊടുക്കും. എന്റെ ഹസ്ബൻഡും വളരെ സ്നേഹമുള്ള, നല്ല കെമിസ്ട്രിയുള്ള, ഞങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രി ഉള്ള ഒരു ഹസ്ബൻഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ എല്ലാം പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ വന്നപ്പോ എന്റെ അമ്മയ്ക്ക് 87 വയസ്സുണ്ട്. അമ്മയുമായിട്ട് ഇവർ ചങ്ങാത്തം കൂടി. പിന്നെ അവരെപ്പോഴാ എല്ലാ ദിവസവും എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അമ്മയെ വിളിക്കും. ലക്ഷദ്വീപിലേക്കൊന്ന് അമ്മയൊന്ന് വരണം, ലക്ഷദ്വീപിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവിടെ അനാർക്കലി എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഓരോ ദിവസത്തെ കാര്യം അമ്മയോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അമ്മയുടെ മനസ്സിൽ ഒരു മോഹത്തിന്റെ ഒരു വിത്ത് പാകി. ലക്ഷദ്വീപിലേക്ക് അമ്മ വരണം എന്ന് പറഞ്ഞു. അത് ആലോചിച്ച് നോക്കി. അപ്പൊ അമ്മ ചിലപ്പോ എന്നോട് പറയും, അതൊക്കെ നടക്കണ കാര്യമാണോ, ലക്ഷദ്വീപിലേക്കൊക്കെ എങ്ങനെ പോകും എന്നൊക്കെ പറയും. ഇത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങനെ പറയുമ്പോൾ എന്റെ മനസ്സിൽ ഒരു തീപ്പൊരിയായി കിടന്നു. ഞാൻ അതിങ്ങനെ എങ്ങനെ പ്രാവർത്തികമാക്കാൻ സാധിക്കും? കാരണം പ്രതിസന്ധികളാണ് കൂടുതൽ. ഒരു സ്പോൺസർ ചെയ്ത് വേണം അത് സ്പോൺസർഷിപ്പ് കിട്ടും, അവിടെയുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ടതുകൊണ്ട്. പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അമ്മയും കൊണ്ട് DYSP ഓഫീസിലൊക്കെ പോയിട്ട് പോണം. കേസുകളില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. അതിൽ ഏറ്റവും കൂടുതൽ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടൽ ചൊരുക്കുണ്ട്. കപ്പൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മിക്കവാറും, ഞാനൊന്ന് പരീക്ഷയ്ക്ക് പോയപ്പോൾ തന്നെ പല ടീച്ചേഴ്സും ഛർദ്ദിച്ച് അവശരായിട്ട് കിടക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ തരണം ചെയ്ത് എങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും? എങ്കിലും എന്റെ മനസ്സിൽ ആ മോഹം അങ്ങനെ തന്നെ നിന്നു. അപ്പൊ ഞാനത് ഭർത്താവുമായിട്ട് ആലോചിച്ചു, എന്റെ സഹോദരങ്ങളുമായിട്ടൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഹൈ റിസ്ക് ആണെന്ന് പറഞ്ഞു. എങ്കിൽ പോലും ഈ കോവിഡ് പൊട്ടിപ്പറക്കുന്നതിന് മുമ്പ് 2019 നവംബർ 11-ാം തീയതി 404 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷദ്വീപിലേക്ക് 16 മണിക്കൂർ കപ്പൽ യാത്ര ചെയ്തു അമ്മയും കൊണ്ട് അവിടെ പോകാനും ആ മണ്ണിൽ കാലുകുത്താനും സാധിച്ചു. ഇതെന്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. അവിടെ പോയി എന്നുള്ളത് മാത്രമല്ല, ആ ഗ്ലാസ് ബോട്ടിലൂടെ അമ്മയും കൊണ്ട് യാത്ര ചെയ്യാൻ സാധിച്ചു. ആ ഗ്ലാസ് ബോട്ടിലേക്ക് അമ്മയെ കയറ്റുക എന്നുള്ളത് അവിടെയുള്ള ആൾക്കാരെല്ലാവരും കസേരയിൽ എടുത്താണ് അമ്മേനെ അവിടെ കയറ്റിയത്. ആ ഗ്ലാസ് ബോട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കോറൽ ഐലൻഡ് ആണത്. പവിഴപ്പുറ്റുകളെ കാണാം, സുന്ദരമായ മത്സ്യങ്ങളെ, പച്ച, മഞ്ഞ, നീല, നമ്മൾ ജോഗ്രഫിക് ചാനലിലൊക്കെ കാണുന്ന പോലെയുള്ള മത്സ്യങ്ങളെ കാണാൻ സാധിച്ചു. പിന്നെ ആമ, ഇങ്ങനെയുള്ള അങ്ങോട്ട് പോകുന്നതനുസരിച്ച്, ആഴക്കടലിലേക്ക് പോകുന്നതനുസരിച്ച് നല്ല ദൃശ്യങ്ങളാണ് കാണാനായിട്ട് സാധിച്ചത്. അതെല്ലാം അമ്മയ്ക്ക് ആസ്വദിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അവിടെ ചുറ്റിക്കറങ്ങാനും ഒക്കെ സാധിച്ചു. ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ചന്ദ്രനിൽ കാലുകുത്തിയ ആളുകളെ, എവറസ്റ്റ് കീഴടക്കിയ ആളുകളുടെ ഒക്കെ സന്തോഷം എന്തായിരിക്കും എന്ന് അപ്പോഴാണ് ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞത്. ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങളെ നമ്മളും ഓർത്തെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ പറയാനുണ്ടാവും. നമ്മുടെ 5ാമത്തെ പോയിന്റ്, ബി എ റെസ്പോൺസിബിൾ പേഴ്സൺ. ആരാണ് ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി? ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആരാണ്? പഞ്ചേന്ദ്രിയങ്ങളെ ഊർജ്ജസ്വലമാക്കിക്കൊണ്ട് ഓരോ അവസ്ഥയിലും ഓരോ പ്രവർത്തനങ്ങളോടും നീതി പുലർത്തുന്ന ആൾ. ലേൺ, റീലേൺ, അൺലേൺ എന്ന മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് സ്വധർമ്മം നിറവേറ്റുന്ന ഒരാളല്ലേ ഒരു റെസ്പോൺസിബിൾ മാൻ. നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നുവോ, മാതാപിതാക്കളായിരിക്കുമ്പോൾ, അധ്യാപകരായിരിക്കുമ്പോൾ, ഡോക്ടേഴ്സ് ആയിരിക്കുമ്പോൾ, എഞ്ചിനീയേഴ്സ് ആയിരിക്കുമ്പോൾ, ഏത് ജോലിയിലും ഇരിക്കുമ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ റെസ്പോൺസിബിൾ ആവാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതില്ലേ? ഇവിടെ പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളെ ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു. ഓരോ മൂലകവും നമ്മളുടെ ജീവൻ നിലനിർത്താൻ, ജീവിതം നിലനിർത്താൻ, ഭൂമിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താൻ അവരുടേതായ ധർമ്മങ്ങൾ നിറവേറ്റുന്നവരാണ്. ഇതിൽ വാതകങ്ങളുണ്ട്, ദ്രാവകങ്ങളുണ്ട്, ഖരമുണ്ട്, ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുണ്ട്. എല്ലാവരും അവരുടെ ധർമ്മം നിലനിർത്തും. ഇതേപോലെ തന്നെ നമ്മൾ ഏതവസ്ഥയിലാണോ, ആരാണോ, നമുക്ക് നമ്മളുടേതായ ധർമ്മം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ, ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക്
സമ്പുഷ്ടമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കില്ലേ? ഇവിടെ കെമിസ്ട്രിയിൽ പഠിപ്പിക്കുന്ന മറ്റൊരു രാസപ്രവർത്തനമാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം. ചില മൂലകങ്ങൾക്ക് മറ്റു മൂലകങ്ങളെക്കാൾ ക്രിയാശേഷി കൂടുതലാണ്. ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇരുമ്പാണിയെ കോപ്പർ സൾഫേറ്റ് ലായനിയിലേക്ക്, തുരിശ് ലായനിയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ആ തുരിശ്, ആ കോപ്പർ ആണിയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇതുപോലെ മഗ്നീഷ്യം ലായനിയിലേക്ക് ഇരുമ്പിട്ട് കഴിയുമ്പോൾ മഗ്നീഷ്യം പറ്റിപ്പിടിക്കുന്നു. ഇങ്ങനെ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്ക് കുറഞ്ഞ ലോഹങ്ങളുടെ ലായനിയിൽ നിന്നും അതിനെ ആദേശം ചെയ്യാൻ കഴിയുന്നത് പോലെ നമ്മൾക്കും സാധിക്കില്ലേ? നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം. നമ്മളെക്കാൾ സാമ്പത്തിക ശേഷി കുറഞ്ഞവരെ നമുക്ക് കൈപിടിച്ച് ഉയർത്താം. നമ്മളെക്കാൾ വളരെയധികം കഷ്ടപ്പെടുന്നവരെ, സങ്കടം അനുഭവിക്കുന്നവരെ നമുക്ക് കൈപിടിച്ച് ഉയർത്താൻ സാധിക്കില്ലേ? ഇവിടെ നമുക്ക് നോക്കാം, ഒരുപാട് ശാസ്ത്രജ്ഞർ നമുക്ക് വിലയേറിയ സംഭാവനകൾ നൽകിയതാണ്. എങ്കിലും ഒരാളുടെ കാര്യം ഞാനിവിടെ പറയാണ്. ജീവിതം ഗവേഷണമാക്കി മാറ്റിയ മേരി ക്യൂറി. ശാസ്ത്രലോകത്തിന് നൽകിയ സംഭാവനകൾ എത്ര മഹത്തരമാണ്. ഒരു മൂലകത്തിന് സ്വന്തം പേര് ക്യൂറിയം എന്ന പേര് നൽകി ശാസ്ത്രലോകം ആദരിച്ച മേരി ക്യൂറി 2 പ്രാവശ്യം നൊബേൽ സമ്മാനം ജേതാവായി. റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആയ പൊളോണിയം, റേഡിയം കണ്ടുപിടിച്ചു. അറിവുകൾ സമൂഹ നന്മയ്ക്കായി ഉപകാരപ്പെടുത്തണമെന്ന് അവർ വിശ്വസിച്ചു. റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുമായുള്ള നിരന്തരമായ സമ്പർക്കം കൊണ്ട് മേരി ക്യൂറി 1934 ലുക്കീമിയ ബാധിച്ചാണ് മരിച്ചത്. അറിവ് കൊണ്ട് ലോകത്തെ പ്രചോദിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അറിവ് മനുഷ്യരെ കരുത്തരാക്കുന്നു എന്ന് പറഞ്ഞ അവരുടെ മുമ്പിൽ ഞാൻ നമിക്കുന്നു. ഈ ചിത്രം എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും അല്ലേ സാർ? യെസ്. പേരുകൾ വായിക്കാൻ: ഖത്തറിന്റെ മുംതാസ് ഈസ ബർഷിമും ഇറ്റലിയുടെ ജിയാൻ മാർക്കോ ടംബേരിയും. ലോക കായിക ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർത്ത സ്വർണം പങ്കിട്ടുകൊണ്ടുള്ള ഒരു സൗഹൃദത്തിന്റെ ബന്ധമാണിത്. ടോക്കിയോ ഒളിമ്പിക്സിൽ ആവേശത്തോടെ ഹൈ ജമ്പ് മത്സരത്തിൽ 2 പേരും താണ്ടിയത് ഒരേ ദൂരമായിരുന്നു, 2.37 മീറ്റർ. 3 തവണ നോക്കിയിട്ടും 2.39 കടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരറ്റംപ്റ്റ് കൂടെ എന്ന് റഫറി പറയുമ്പോൾ ഇറ്റലിക്കാരൻ ടംബേരിക്ക് കാല് ഉളിക്കുന്നതുകൊണ്ട് അദ്ദേഹം പിന്മാറുന്നു. ഈ സമയത്ത് ബർഷിമിന്റെ ഒരു ചോദ്യം, ഞാനും കൂടി ചാടാതിരുന്നാൽ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വർണം പങ്കുവയ്ക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഈ കാലഘട്ടത്തിലെ ഗോൾഡൻ ചോദ്യമായിരുന്നു. പറ്റുമെന്ന് ഒഫീഷ്യൽ അറിയിച്ചപ്പോൾ ആഗോള കായിക ഭൂപടത്തിലെ ഏറ്റവും മനുഷ്യത്വമുള്ള ഒരു അധ്യായമായി മാറി. വിജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഓടുന്നത്. എന്നാൽ എന്താണ്, മറ്റൊരാൾ തോറ്റുപോകരുതെന്ന് ചിന്തിക്കാൻ പറ്റുന്ന മാനസിക അവസ്ഥയ്ക്ക് മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ഒരു വിജയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ വിജയത്തിന്റെ സുന്ദര മുഹൂർത്തമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 2 പേരുടെ സന്തോഷമല്ല, 2 രാജ്യങ്ങളുടെ, ലോകങ്ങളുടെ സന്തോഷമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് നിലപാടായിരിക്കും എടുക്കുക എന്ന് ചിന്തിക്കേണ്ട ഒരവസരമാണിത്. നമ്മള് 5 സൂത്രവാക്യങ്ങളായിരുന്നു സാർ പറഞ്ഞത്. ജവി സാർ, നമ്മൾ പറഞ്ഞ സൂത്രവാക്യങ്ങളിലേക്ക് ഒന്ന് പോകാം സാർ. തീർച്ചയായും. നമ്മളുടെ ബന്ധങ്ങളെ എത്രമാത്രം ശക്തമാക്കാൻ പറ്റുമോ അത്രയും ശക്തമാക്കുക. Be happy with what you have. Be happy with very good. Be happy with what you are. Bounce back from adversities. Be satisfied with what you have. Be a responsible person. Be a responsible person. Life is a laboratory.
where different kinds of chemicals are found. If we mix the right chemicals, we get the right product. And if we mix wrong chemicals, we will not get the right product. Listen. Yes. Don't cry over the past. It's gone. Don't stress about the future. It hasn't arrived. Live in the present and make it beautiful. അത് തന്നെയാണ് ഇവിടെ ആരംഭത്തിലും ലീവ് ഇൻ ദ പ്രസന്റ് എന്ന് പറഞ്ഞു. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എന്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നന്ദി, നന്ദി. താങ്ക് യു മാം. വളരെ മനോഹരമായിരുന്നു. ജീവിതത്തിന്റെ രസതന്ത്രം എങ്ങനെയായിരിക്കണമെന്ന് എന്റെ ജീവിതത്തിലൂടെ കൃത്യമായി മനസ്സിലാക്കി തന്ന പ്രിയപ്പെട്ട മാഡത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ പോയ വഴികൾ വളരെ മനോഹരമായിരുന്നു. നമ്മളെല്ലാവരും വിത്തുകളാണെന്നും എന്നാൽ ഈ വിത്തുകളെ ഫലങ്ങളാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കാണെന്നും മാഡം കൃത്യമായി നമ്മളെ ഓർമ്മിപ്പിച്ചു. ലൈഫ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി, ബെനിഫിറ്റ് ഫ്രം ഇറ്റ് എന്ന് മദർ തെരേസ പറഞ്ഞ വാക്ക് ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ള പാഠങ്ങളാണ് ഇന്ന് മാം നമ്മളെ പഠിപ്പിച്ചത്. സ്ട്രെങ്തൻ യുവർ ബോണ്ടിങ്. തീർച്ചയായിട്ടും 2 തരം ബോണ്ടുകളെ കുറിച്ച് പറഞ്ഞു. പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കോവാലൻ ബോണ്ട് ആകാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ കൊടുത്ത് സ്നേഹിക്കുന്ന ഒരു അയോണിക് ബോണ്ടെങ്കിലും ആകണം എന്നാണ് മാഡം നമ്മളെ ഓർമ്മിപ്പിച്ചത്. പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉദാഹരണങ്ങളിലൂടെ മാഡം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയി. രണ്ടാമത്തെ ഭാഗമായിട്ട് പറഞ്ഞിട്ട് ഹാപ്പി വിത്ത് വാട്ട് യു ആർ. ഞാൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് പൂർണ്ണമായും സന്തോഷിക്കുന്നവരായി ആ സന്തോഷത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാക്കി മാറ്റുവാനും അങ്ങനെ ജീവിതത്തിന്റെ സ്വതന്ത്രത്തെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് തീർച്ചയായിട്ടും നമ്മളെ ഓർമ്മിപ്പിച്ചു. എ ഡി പ്രമോദ് എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട ശിഷ്യനെ ഇത് ജീവിതത്തിലൂടെ കൈപിടിച്ചുയർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ആ നിമിഷങ്ങളെ സന്തോഷത്തോടെ ഞങ്ങൾ കാണുകയാണ്. തുടർന്ന് ബൗൺസ് ബാക്ക് ഫ്രം അഡ്വേഴ്സിറ്റി, പ്രഹരങ്ങളിൽ നിന്ന് സ്വയം തിരിച്ചു വരുവാനോ അല്ലെങ്കിൽ പ്രഹരത്തിലായവരെ തിരിച്ചെത്തിക്കുവാനോ ഉള്ള ഒരു കാറ്റലിസ്റ്റായിട്ട് നമ്മൾ പെരുമാറുന്നുണ്ടോ, ജീവിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായും ശ്രദ്ധിക്കണമെന്ന് മാം നമ്മളെ ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ 4ാമത്തെ കാര്യമായിട്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ഹാവ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ എന്തുകൊണ്ട് നമുക്കാകുന്നില്ല, അങ്ങനെ ആകേണ്ടതാണ് നമ്മളെ ഓർമ്മിപ്പിച്ചു. വീണ്ടും ബി എ റെസ്പോൺസിബിൾ പേഴ്സൺ, വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ജീവിതത്തിന്റെ രസതന്ത്രത്തെ കാത്തു സൂക്ഷിക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാനുള്ള അനുഭവകരമായ 5 മാർഗനിർദ്ദേശം, അനേകം അനുഭവങ്ങളും ജീവിതം തന്നെ തൻ്റെ രസതന്ത്രത്തിന്റെ പാതയാക്കിക്കൊണ്ട് നമ്മളോട് സംസാരിച്ച ജയശ്രീ പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ഓണത്തിന്റെ ദിവസം നാളെ കഴിഞ്ഞ് വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സ്പീക്കർ. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന വിഷയവുമായിട്ട് മിസ്റ്റർ മാറ്റ് പേഴ്സ്ലിൻ, CEO EQ for Peace, കാലിഫോർണിയയിൽ USA കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു സ്പീക്കറാണ്, ഇംഗ്ലീഷ് സ്പീക്കറാണ്. ഞങ്ങളെല്ലാവരും ഓണത്തിന്റെ ദിവസം 7 മണിക്ക് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി ജയശ്രീ മാമിന് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. ജയശ്രീ മാം, ബ്യൂട്ടിഫുൾ സെക്ഷൻ കേട്ടോ, ബ്യൂട്ടിഫുൾ സെക്ഷൻ. കൺഗ്രാജുലേഷൻസ്. അത് എനിക്ക് ജയശ്രീ മാമിനെ അറിയാം. അപ്പൊ ഇവരുടെ ലൈഫിനകത്ത് പറഞ്ഞൊരു കെമിസ്ട്രി, അതായത് ബാബുചേട്ടനും ജയശ്രീ മാമായിട്ടുള്ള കെമിസ്ട്രി എനിക്കറിയാം വർഷങ്ങളായിട്ട്. അതുകൊണ്ട് എനിക്ക് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. വളരെ രസമായിട്ട് ലൈഫാണ് ഇവർ നയിക്കുന്നത്. ഇവരുടെ കുഞ്ഞുങ്ങളെ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്താണേലും ഇവരുമായിട്ട് ഈ ഫാമിലിയായിട്ട് സഹകരിച്ച് എനിക്ക് എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് വളരെ അറിയാം. ഇവരുടെ കെമിസ്ട്രി വളരെ ബ്യൂട്ടിഫുൾ കെമിസ്ട്രി. ടീച്ചർ അത് വളരെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തു. കൺഗ്രാജുലേഷൻസ് യു ആൻഡ് യുവർ ഫാമിലി. എല്ലാവർക്കും ഓണത്തിന്റെ ഗ്രീറ്റിംഗ്സ്. താങ്ക് യു മാം. താങ്ക് യു സർ. സാർ, ഒരു കാര്യം കൂടെ എനിക്ക് പറയാണ്ടായിരുന്നു സാറേ. ഇതുപോലെ ഈ പ്രഹരത്തിൽ നിന്നും തിരിച്ചു വന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ സാർ, നമ്മുടെ പ്രിയപ്പെട്ട സുജിത്ത്. 2 ആക്സിഡന്റുകൾ തുടരെ ഉണ്ടായിട്ടും അദ്ദേഹത്തെ ആക്സിഡന്റുകൾ മയക്കി കിടത്തിയിട്ടും തളരാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഴക്കടലിലേക്ക്, അറിവിന്റെ ആഴക്കടലിൽ മുങ്ങിത്തപ്പുകയാണ് അദ്ദേഹം, നമ്മൾക്ക് അറിവുകൾ പറഞ്ഞു തരാൻ വേണ്ടി. അദ്ദേഹത്തെ ഞാൻ ബിഗ് സല്യൂട്ട് സർ, ബിഗ് സല്യൂട്ട് സുജിത്ത് സർ. ആ സുജിത്താണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. അതിന് പ്രത്യേകം നന്ദി.
തീർച്ചയായിട്ടും സുജിത്തിനും തീർച്ചയായിട്ടും നന്ദി അറിയിക്കുന്നു. സുജിത്തിന് തിരക്കായി പോയത് കൊണ്ടാണ് മാമിന് ഇന്ന് വരാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വീണ്ടും കണ്ടുമുട്ടുമായിരിക്കും. എങ്കിലും ഇന്നത്തെ ദിവസം വളരെ മനോഹരമായി, വളരെ ക്രിയേറ്റീവായി. വേറെ ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ സാറേ? പറഞ്ഞോളൂ. ഓക്കെ, തീർച്ചയായിട്ടും. ഞാൻ കുറച്ച് ലേറ്റ് ആയി, എന്നാലും ജയശ്രീ മാമിനെ എനിക്ക് കുറെ നാൾ മുമ്പേ പരിചയമുണ്ട്. കാരണം മനുഷ്യത്വത്തിന്റെ പ്രതീകം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും മാമിന്റെ ക്ലാസ്സുകളെല്ലാം തന്നെ എനിക്കിപ്പോ ആദ്യമായിട്ടാണ് മാമിന്റെ ക്ലാസ് കാണാൻ സാധിച്ചത് നേരിട്ട്. റെക്കോർഡ് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ എപ്പോഴും ഓരോ മാമിന്റെ സ്പീക്ക് വെല്ലിൽ കേൾക്കുന്ന സമയത്ത് എനിക്കറിയാം ഓരോ ഹൃദയസ്പർശിയായിട്ട് വളരെ മനോഹരമായിട്ട് ടീച്ചർ അത് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ കാലഘട്ടത്തില് മാമിന് ഇനി ഒരുപാട് സെഷൻസ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലും എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും വരണം. അതുപോലെ തന്നെ സ്കൂളുകളിലേക്കും കുട്ടികളിലേക്കൊക്കെ എത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മനുഷ്യത്വവും മാനവികതയൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കാനും ഇത്ര മനോഹരമായ ശൈലിയിൽ മാമിന്റെ PPT തന്നെ എന്നെ വളരെയധികം എക്സൈറ്റ്മെന്റ് ആക്കിയിട്ടുണ്ട്. കാരണം അത്രയും സൂപ്പർ ആയിട്ടാണ് ചെയ്തത്. ഞാൻ സാധാരണ ഒരു PPT എന്നാണ് വിചാരിച്ചത്. എന്തായാലും ഗ്രേറ്റ് മാം, വാക്കുകൾക്ക് അതീതമാണ്. ജോസൂട്ടി സാറിനെ മാമിന് നേരത്തെ പരിചയമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ജോസൂട്ടി സാർ ജയശ്രീ മാം എന്താ സാർ? ചന്ദ്രൻ ചേട്ടന്റെ പാർട്ണർ ആയിരുന്നു. ഞാന് സാറിനെ വിളിക്കാം നമ്മുടെ ക്ലാസ് കഴിയുമ്പോ. ഓക്കെ, താങ്ക് യു. ബാബുചേട്ടൻ നമ്പർ ഉണ്ട് എന്റെ നമ്പർ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഉണ്ട് റൂമിൽ. ഞാൻ വിളിച്ചോളാം. താങ്ക് യു മാഡം. വളരെ സന്തോഷം. ഒത്തിരി നാളുകൾക്ക് ശേഷം ഒത്തിരി ചെറുപ്പത്തിലേക്ക് പോയി. ഒത്തിരി ഓർമ്മകൾ തന്നു. മാത്രമല്ല 2021 ഓണം ഇത്ര നല്ലൊരു ഓണസദ്യ ഇനി കിട്ടുമെന്ന് ഇപ്പൊ തോന്നുന്നില്ല. ഇനി വരാനിരിക്കുന്ന അറിയില്ലല്ലോ. പക്ഷെ 2021 ഒരുപക്ഷെ വിരലിലെണ്ണാൻ പോലും ഇത്രയും അവസരം കിട്ടിയിട്ടില്ല. വലിയ സന്തോഷം. ഒത്തിരി താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ്. ജയശ്രീ മാഡം, കൺഗ്രാറ്റുലേഷൻസ്. നമ്മളൊരു മരത്തിനെ അതിന്റെ വിത്തിൽ നിന്ന് അറിയാമെന്ന് പറഞ്ഞ പോലെ പ്രമോദിനെ ടീച്ചർ ഇവിടെ കൊണ്ടുവന്നത് വളരെ ഉചിതമായി. ഞാനാകുന്ന മരത്തിൽ നിന്നുണ്ടായ നല്ലൊരു വിത്ത്. ഇത്രയും ഒരു ടീച്ചർ ഒരു സ്റ്റുഡന്റിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ആ ബോണ്ടിങ്ങിനെ കാണിക്കുന്നുണ്ട്. കെമിസ്ട്രിയിൽ മാഡം പറഞ്ഞ ബോണ്ടിങ് പല ടീച്ചേഴ്സിനും ഇന്നില്ലാത്തൊരു ക്വാളിറ്റി. ന്യൂ ജനറേഷൻ ടീച്ചേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ശമ്പളവും അവരുടെ DAയും അവരുടെ കുടുംബവും മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരവസ്ഥ. ഒരു ദിവസം ക്ലാസ് ഇല്ലെങ്കിൽ ഭയങ്കര സന്തോഷം. ഇന്ന് എന്തേലും ഗവൺമെന്റിന്റെ അവധി ഉണ്ടോ എന്ന് നോക്കുന്നൊരു കാലഘട്ടം. ഇനി അതും കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികളുമായിട്ട് യാതൊരു ബന്ധവും നേരിട്ടില്ലാത്ത അവസ്ഥ. എല്ലാം ഓൺലൈനായി, ഒരു മാനുഷിക ഗന്ധമില്ലാത്ത ക്ലാസ്സുകള്. ഇതെല്ലാം ഈ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള കെമിസ്ട്രി, ആ ബോണ്ടിങ് വളരെയധികം കുറച്ചിരിക്കുന്നു. ഒരുപക്ഷെ നമ്മളൊക്കെ എന്നെയൊക്കെ പറയുകയാണെങ്കിൽ ഞാനൊക്കെ ഈ നിലയിലാകാൻ കുറച്ച് ടീച്ചേഴ്സ് ഒക്കെ എന്നോട് കാണിച്ച ആ ഒരു പ്രത്യേക താല്പര്യമാണ്. ഒരിക്കലും നമുക്കത് മറക്കാൻ സാധിക്കത്തില്ല. ഞാനും ഇന്നും എന്നെ പഠിപ്പിച്ച ഒരു സാറിനെ എല്ലാ ആഴ്ചയിലും ഏറ്റവും കുറഞ്ഞ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ വിളിക്കാറുണ്ട്. എനിക്ക് ആ ബോണ്ടിങ് ഇന്നും ഞാൻ നിലനിർത്തുന്നു. അപ്പൊ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ആ ബോണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് കെമിസ്ട്രിയിലെ ബോണ്ടിങ്ങിലും അതീതമാണെന്ന് ഞാൻ പറയുന്നു. അത്ര നല്ല ബോണ്ടിങ് ആണ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ. ആ ഒരു ബോണ്ടിങ് ആണ് ആ ഒരു കുട്ടിയുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു നല്ല ഒരു ഗൈഡൻസ് ആ കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ല നിലയിൽ വരും. അത് നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളിയല്ല, നീ കഴിയില്ലാത്തവനാണ്, നീ കൈയില്ലാത്തവനാണ്, നീ വികലാംഗനാണ്, നീ എങ്ങനെ ഫുട്ബോൾ കളിക്കും എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സ് ധാരാളമുണ്ട്. അപ്പൊ അവരൊക്കെ ഈ കുട്ടിയുടെ ഭാവി നശിപ്പിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ അല്ലാത്ത ഒരു ടീച്ചറിനെ പരിചയപ്പെട്ടതിലും ഇങ്ങനെ നല്ല സുന്ദരമായ എന്തൊരു ഞാൻ പറയാം, ഞാൻ ഈ വയലാറിന്റെ ഒക്കെ പാട്ട് കേൾക്കുന്ന പോലെ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒരു കേരളത്തില് ഈ ഇങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ എത്രയോ ഭംഗിയായിട്ടാണ് ടീച്ചർ കാവ്യാത്മകമായിട്ടാണ് ക്ലാസ് എടുത്തത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ലൈഫും കെമിസ്ട്രിയും സയൻസും ഒക്കെ പാരലായിട്ട് പോകുന്നതാണ് പലപ്പോഴും. അത് തമ്മിൽ കൂട്ടിമുട്ടാറില്ല. പലപ്പോഴും അത് പാരലായിട്ട് പോകുന്നതിന് ടീച്ചറെ കൂട്ടിമുട്ടിച്ചു എന്നുള്ളതാണ്. രണ്ടും ഒന്നാണ് എന്ന് സ്ഥാപിക്കാൻ ടീച്ചറിന് സാധിച്ചു.
ടീച്ചറിന് ഇനിയും ഇതുപോലെ നല്ല ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കട്ടെ. ഞങ്ങൾക്കൊക്കെ ഇന്ന് കിട്ടിയ ഓണത്തിന്, നാളെ ഇപ്പൊ ഉത്രാടമാണ്, ഉത്രാട പാച്ചിലിന് തൊട്ട് മുമ്പുള്ള ദിവസം നല്ല ഒരു ഉത്രാട അനുഭവം തന്നതിൽ പ്രത്യേക നന്ദി. കൺഗ്രാജുലേഷൻസ് ടീച്ചർ. താങ്ക് യു സാർ, നല്ല വാക്കുകൾ. നമസ്തേ മാഡം. ജീവിതത്തിന്റെ രസതന്ത്രശാലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അമൃത് ഭുജിക്കാൻ ആവോളം വിളമ്പി തന്ന ടീച്ചറുടെ പാതാരവൃന്ദങ്ങളിൽ ഞാൻ നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതം നിമ്നോന്നത തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൊടുക്കൽ വാങ്ങലുകൾക്ക് ധാരാളം പ്രസക്തിയുണ്ടെന്നും ആ കൊടുക്കൽ വാങ്ങലുകൾക്ക് മധുരം അധികം ചേരുന്നത് താൻ ആരാണെന്നും തന്നിൽ ഉള്ളത് എങ്ങനെ കൊടുക്കാൻ അറിയണമെന്നും കൊടുക്കുന്നയാൾ വാങ്ങുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം എന്താണെന്നും അങ്ങനെ കൊടുത്തും വാങ്ങിയും പരസ്പര പൂരകങ്ങളായി ജീവിക്കുമ്പോൾ മാത്രമാണ് ജീവിതം സാർത്ഥകമാകുന്നതെന്നും സഫലമായ ജീവിതത്തിന്റെ നേർവഴികളിലൂടെ നടക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സത്യങ്ങളിലേക്കും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്കും നമുക്ക് ഊളിയിട്ടിറങ്ങി കൃത്യതയോടുകൂടി അപഗ്രഥനം ചെയ്താൽ ഏത് ജീവിതവും ഏത് സാഹചര്യത്തിലും മധുരവും തരളിതവുമാകുമെന്നും കൃത്യതയോടുകൂടി പറഞ്ഞു തന്ന അല്ലയോ ടീച്ചർ, അവിടുത്തെ മാഹാത്മ്യം എന്നും വാഴ്ത്തപ്പെടട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു സർ. ജയൻ സാർ, ഒന്ന് നമ്മുടെ ക്ലാസ് എടുക്കുന്ന സാറിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്കൂ. സാറിനെ കുറിച്ച്. നമ്മൾ സാധാരണ ഐക്യൂനാണ് പ്രാധാന്യം കൊടുക്കാറ്, ഇമോഷണൽ ഇന്റലിജൻസ് ആണ് പ്രാധാന്യം കൊടുക്കാറ്. സോറി, ഇക്യൂന് പ്രാധാന്യം കൊടുക്കൽ വളരെ കുറവായിരുന്നു. അപ്പൊ 1985 മുതൽ സാറ് ഇമോഷണൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് മാക്സിമം അവയർനെസ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ സാറിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു റോള് തന്നെന്താ വെച്ചാൽ, ആ ഇമോഷൻ്റെ ഇക്യു ഫോർ പീസ് എന്ന ഗ്രൂപ്പിന്റെ അമേരിക്കയിലെ ഇവിടുത്തെ ബ്രാൻഡ് അംബാസിഡർ ആക്കി മാറ്റി തന്നെ. അപ്പൊ എൻ്റെ ഇതെന്താ വെച്ചാൽ മാക്സിമം എവിടെയൊക്കെ പ്ലാറ്റ്ഫോം കിട്ടും അവിടെയൊക്കെ സാറിനെ പരിചയപ്പെടുത്തുക എന്നാണ്. രണ്ടാമത് സാറ് ക്യാൻസർ പേഷ്യൻ്റ് ആണ്. 2 കീമോ കഴിഞ്ഞ് ഒരു 2 മാസത്തിനുള്ളിൽ ഫുൾ റിക്കവറി എന്നാണ്. കാരണം ക്ലാസ് കേൾക്കുമ്പോൾ നമുക്കൊന്നും സ്മരിക്കാൻ പറ്റില്ല, ഒരു വല്ലാത്തൊരു എനർജി ആയിരിക്കും സാറ്. വളരെ ഹ്യൂമറസ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് സാധാരണ അമേരിക്കൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവാൻ സംശയം ഉണ്ടാവും, പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും മുടങ്ങാതെ അറ്റൻഡ് ചെയ്ത് നല്ലൊരു സെഷനായി അനുഭവപ്പെടും. ഞങ്ങൾ ഡെയിലി സംസാരിക്കുന്ന ആൾക്കാരാണ്. കാരണം സാറ് ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് 7 മണിക്ക് പറയുമ്പോൾ സാറ് അവിടെ 7 മണി രാവിലെയാണ്. ഈവൻ 4 മണിക്ക് എണീറ്റിട്ട്, കാരണം രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് സെഷൻ എടുത്തിട്ടുണ്ട്. കാരണം സാറ് അത്രയും ഡെഡിക്കേറ്റഡ് ആണ് ഇതിൽ. നേപ്പാൾ പ്ലാറ്റ്ഫോമിൽ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവിടുത്തെ സമയം 4 മണിയാണ്. നേപ്പാളിൽ നമ്മുടെ ഇന്ത്യൻ 4 മണി പറഞ്ഞാൽ അവിടെ 4:30 നേപ്പാൾ ടൈം. പക്ഷെ സാറിനെ സംബന്ധിച്ച് രാവിലെ 4 മണിയാണ്. 3:45 എണീറ്റിട്ട് സാറ് വളരെ എനർജറ്റിക് ആയിട്ട് ക്ലാസ് എടുത്തു. ഒരു പുതിയൊരു അനുഭവമാണ്. കാരണം ഞാൻ ഇപ്പോൾ ആ ക്ലാസ് തന്നെ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഡെയിലി സാറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു. പിന്നെ മാഡത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് കുറേ കാലത്തിന് ശേഷം ഒരു MTV കണ്ടു. കാരണം നമ്മൾ ഡെയിലി DD4 കാണുമ്പോൾ സുഖം ഉണ്ടാവില്ല. ആ DD4 ഒരു മാറ്റം കിട്ടുമ്പോൾ MTV വരുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ആസ്വദിച്ച് ഡാൻസ് കളിക്കും. അതേ അവസ്ഥ ഒന്നുണ്ട് മാഡം. താങ്ക് യു. താങ്ക് യു സർ. ടീച്ചറെ കേൾക്കാലോ അല്ലേ? വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ തിരക്കുകൾക്കിടയിൽ ലാസ്റ്റ് മൊമെന്റിലാണ് ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നത്. ജയശ്രീ ബാബു, ഒന്നും മനസ്സിലായില്ല, ബാക്കി അവിടെ നിർത്തി. എന്തായാലും തുടക്കത്തിൽ തന്നെ കേൾക്കാനായിട്ട് കഴിഞ്ഞു. ഒരു സങ്കടത്തോടു കൂടി തുടങ്ങാൻ എനിക്ക് കെമിസ്ട്രിയെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ജീവിതത്തിൻ്റെതാണ് കെമിസ്ട്രി എന്ന് പറഞ്ഞപ്പോ ടീച്ചർ ചോദിച്ചു അനുഭവങ്ങളുണ്ട് ടീച്ചറെ. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ പഠിച്ച ഞാൻ 3rd ഗ്രൂപ്പ് ഹിസ്റ്ററി ആണ് അന്ന് എൻ്റെ മുന്നിലുള്ളത്.
പക്ഷെ ഈ കെമിസ്ട്രി ലാബിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും മുട്ടിയൊരുമ്മി അവരുടെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഞാനെന്ന പാവത്താൻ തുറന്നു കിടക്കുന്ന എൻ്റെ ക്ലാസ് റൂമിന്റെ പുറത്ത് വന്ന് നെടുവീർപ്പോടെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്തുകൊണ്ട് ഞാൻ കെമിസ്ട്രി പഠിക്കാൻ പോയില്ല എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരവൊന്നുമില്ല. ഞാൻ അന്ന് അത്തരം മണ്ടനായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു, അത്ര തന്നെ. എന്തായാലും ജീവിതത്തിന്റെ കെമിസ്ട്രി എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ടീച്ചർക്ക് എൻ്റെ 2 കൈകൂപ്പിയുള്ള നമസ്കാരം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്നെ 10ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും വളരെയേറെ ബഹുമാനമുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, അന്നൊരു തിരുമണ്ടനായിരുന്ന എന്നെ എൻ്റെ മണ്ടത്തരങ്ങൾ മാറ്റാൻ ശ്രമിച്ച അധ്യാപകർക്ക് മുമ്പിൽ ആണ് ഈ ക്ലാസ് ഞാൻ സമർപ്പിച്ചത്. യഥാർത്ഥത്തിൽ ടീച്ചറ് ഇൻട്രഡ്യൂസ് ചെയ്ത ഫിസിക്കലി ഡിഫറൻ്റ്ലി ഏബിൾഡ് പ്രമോദ്, ടീച്ചറുടെ വലിയ മനസ്സാണ് തുറന്നു കാണിച്ചത്. പ്രമോദിലൂടെയാണ് ടീച്ചറുടെ മനസ്സ് കാണാനായിട്ട് കഴിയുന്നത്. പ്രമോദ് പറഞ്ഞു ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയണമെന്ന്. ഇന്ന് ഗവൺമെന്റ് അത് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഐ ക്യാൻ വിൻ എന്ന ഒരു ചോദന ടീച്ചറുടെ വശത്ത് നിന്ന് കൊടുക്കാൻ കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് ഇന്ന് ടീച്ചറുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി ടീച്ചർ ഇതാ ഞാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പ്രമോദിനോടൊപ്പം അഭിമാനിക്കുന്ന ടീച്ചർക്ക് വീണ്ടും ഒരു നല്ല നമസ്കാരം. ജീവിതത്തിന്റെ കെമിസ്ട്രി എന്ന് പറയുന്നത് ജീവിതം സന്തോഷകരമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് ചേർന്നിരുന്ന് വേണ്ട വസ്തുതകളെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി. എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല എങ്കിലും എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് നമ്മുടെ കെമിസ്ട്രി, നമ്മുടെ കൂട്ട് ശരിയാണെന്ന് മനസ്സിലായത്. ഒരു വാക്കൂടെ പറഞ്ഞിട്ട് നിർത്തിയേക്കാം. ജീവിതത്തിന്റെ അഡ്വേഴ്സിറ്റിയിൽ നിന്ന് കയറി വരാനുള്ളൊരു മനസ്സ്, അവിടെ ആഡ് ചെയ്യുന്ന ചോദകങ്ങൾ അത് കൃത്യമാകുമ്പോൾ നമുക്ക് ആരുടെയും മുൻപിൽ തല കുനിക്കേണ്ടി വരില്ല, നമുക്ക് കയറി വരാൻ കഴിയും എന്നുകൂടി ടീച്ചർ പറഞ്ഞു. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഹാറ്റ്സ് ഓഫ് യു ടീച്ചർ, ഹാറ്റ്സ് ഓഫ് യു. താങ്ക് യു വെരി മച്ച്. ജയശ്രീ മാം, എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. മാഡത്തിന്റെ പ്രമോദിനെ നാളെ ഞങ്ങൾക്ക് 7 മണിക്കൊന്ന് വിട്ടുതരാമോ? ഞങ്ങൾ പ്രമോദിനോട് കൂടി ചേർന്ന് ഒരു ഓണം ആഘോഷിച്ചാലോ എന്ന് ആഗ്രഹിക്കുകയായിരുന്നു. പ്രമോദ് പോയവനും പ്രമോദ് ഉണ്ടോ? പ്രമോദ് അത് ഇതിലില്ല, പോയി. ഇല്ല, ഞാൻ വിളിച്ചോളാം. ഒന്ന് വിളിച്ചാൽ വൈകുന്നേരം 7 മണി. 7 മണി ഞാൻ വിളിച്ചോളാം. ഞാനൊന്ന് അങ്ങനെയാണെങ്കിൽ എന്തായാലും നാളെ ഉത്രാട ദിവസമല്ലേ. ഓക്കെ, വേറെ ആർക്കാണ് സംസാരിക്കാനുള്ളത്? റോയ് സാർ, അബ്ദുൾ സാർ. രസതന്ത്രം പഠിച്ച് രസതന്ത്രം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചർ ജീവിതത്തിന്റെ രസതന്ത്രം എന്താണെന്ന് പഠിക്കും. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തപ്പോൾ അതൊരു മോട്ടിവേഷണൽ എഫക്റ്റ് ആയി. അപ്പൊ ഞങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവത്തിൽ നിന്ന് മോട്ടിവേഷൻ തന്ന സുജിത് സാറിന്റെ ആ ഒരു സെലക്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇതുപോലെ മോട്ടിവേഷൻ എനിക്ക് കിട്ടിയ, പ്രമോദിന് കിട്ടിയ മോട്ടിവേഷൻ പോലെ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഗൈഡ് ലൈൻസ് ആണ് ജയശ്രീ ടീച്ചർ ഞങ്ങൾക്ക് തന്നത്. വളരെയധികം സന്തോഷമുണ്ട്. നല്ലൊരു മോട്ടിവേഷണൽ ക്ലാസ് ആയിരുന്നു. അത് പലർക്കും ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ഉപകരിക്കുന്ന കുറെ ഗൈഡ് ലൈൻസും ആണ് തന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷം. താങ്ക് യു സർ. എല്ലാവരും അഡ്മിറ്റ് ചെയ്ത് സംസാരിക്കണം കേട്ടോ. സംസാരിക്കാവുന്നവർ എല്ലാവരും സംസാരിച്ചോളൂ. വീഡിയോ ഓൺ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അബ്ദുൾ സാർ പറയും. മാഡം, ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. കാരണം മാഡത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് മാഡത്തിൻ്റെ ഈ ക്ലാസിൻ്റെ ഭൂരിഭാഗവും എടുത്തിട്ടുള്ളത്. മാഡത്തിൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള കെമിസ്ട്രി ആണ്. മാഡം സംസാരിച്ചത് ഹൃദയത്തിൻ്റെ ഭാഷയിലാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് മാഡത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. മാത്രമല്ല ഗ്രൗണ്ട് റിയാലിറ്റിയിലുള്ള
ഒരു പ്രോഡക്റ്റിനെയാണ് ഞങ്ങളുടെ മുമ്പിൽ മാഡം കാണിച്ചു തന്നത്, മിസ്റ്റർ പ്രമോദ്. എൻ്റെ അപ്രീസിയേഷൻസ്, വളരെ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള അപ്രീസിയേഷൻസ് ഞാൻ അറിയിക്കുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു ഒരുപാട് ഉയരങ്ങളിലേക്ക് മാഡത്തിന് പോകാൻ പറ്റും. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനും അതേപോലെ ഒരുപാട് കെമിസ്ട്രികൾ ജീവിതത്തെക്കുറിച്ചുള്ള ഒരുപാട് രസതന്ത്രങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും മാഡത്തിന് അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്ലാസ് വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. അത് എനിക്ക് എൻ്റെ വാക്കുകൾക്ക് അതീതമാണ്. വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. ഒരുപാട് താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. നമസ്കാരം എല്ലാവർക്കും. മാഡത്തിന് ഒരുപാട് താങ്ക്സ്, നന്ദി, കൺഗ്രാജുലേഷൻ, അഭിനന്ദനം. എന്തൊക്കെയാ പറയേണ്ടതെന്ന് അറിയില്ല. വാസ്തവത്തിൽ എത്ര മനോഹരമായിട്ടാണ് ജീവിതത്തെ കെമിസ്ട്രി ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഞാൻ വാസ്തവത്തിൽ സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു കെമിസ്ട്രി. എങ്ങനെ പഠിച്ചാലും കിട്ടില്ല. പീരിയോഡിക് ടേബിൾ എന്നൊക്കെ പറയുമ്പോൾ എന്താ ഇത്, വേറെ ഒന്നും ഇല്ല ഇവർക്ക് പഠിക്കാൻ കൊടുക്കാൻ. അത്രയും വെറുത്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. വേറെ ക്ഷമിക്കണം, ഉള്ളതാണ് പറയുന്നത്. ഫിസിക്സ് കെമിസ്ട്രി ഒന്നും എൻ്റെ തലയിൽ കയറില്ല. പിന്നെയും ബയോളജി ഇഷ്ടമായിരുന്നു. അപ്പൊ ലൈഫിൽ ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ടെങ്കിലും അത് കെമിസ്ട്രിയുടെ പോയിന്റ് ഓഫ് വ്യൂ കൂടെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതൊരു രസകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. അപ്പൊ അതുപോലെ ഇനി ഫിസിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ കൂടെ കേൾക്കാനും ആഗ്രഹമുണ്ട്. അതുണ്ടായിരിക്കാം നമ്മൾ ഇത്ര നാൾ ഇല്ലാതിരുന്ന, അതെ, ഇത്ര നാൾ ഇല്ലാതിരുന്ന നമ്മള് രസതന്ത്രം എന്ന് പറയുമ്പോൾ പോലും അതെല്ലാം ഈ ഒരു രൂപത്തിൽ വന്നിരുന്നില്ല. കെമിസ്ട്രിയുടെ ആ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ആരും ഇതുവരെ പറഞ്ഞിരുന്നില്ല. ഇത് ആദ്യമായിട്ട് ഇത്തരം ഒരു അനുഭവം ഉണ്ടാവും. അപ്പൊ എന്തായാലും നന്നായി. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മാഡം, ഞാനിപ്പോ കുറേശ്ശെയായിട്ട് കെമിസ്ട്രിയെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളൊരു സന്തോഷ വാർത്ത മാഡത്തിന്റെ ക്ലാസ്സിൽ നിന്നുണ്ടായി. കാരണം അത്രയും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഇതിനു പുറകിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വാസ്തവം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കുറേശ്ശെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നത്. അത് തന്നെയാണ് മാഡത്തിന്റെ ഈ ക്ലാസ്സിന്റെ ഏറ്റവും നല്ല എന്തൊരു ഗിഫ്റ്റ് എന്ന് പറയട്ടെ. താങ്ക് യു, ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കാണ് സംസാരിക്കാനുള്ളത്? ആരെങ്കിലും സംസാരിക്കാൻ അൺമ്യൂട്ട് ചെയ്യാം. ബി ഹാപ്പി വിത്ത് വാട്ട് യു ഹാവ്, ബി ഹാപ്പി വിത്ത് വാട്ട് യു ആർ. വളരെ 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 നല്ല കോട്ട്സ് ആണത്. നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്, എന്താ പറയാ, നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ അല്ലെങ്കിൽ വ്യക്തിത്വ വികസനത്തിന്റെ, കോംപ്ലക്സ് ഇല്ലാതെ ജീവിക്കാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള മാർഗങ്ങളിൽ ഒന്ന്. അത് ഈ രണ്ട് പ്രിൻസിപ്പിൾസ്, മാഡം പറഞ്ഞ ഈ രണ്ട് പ്രിൻസിപ്പിൾസ് തന്നെ നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി കഴിഞ്ഞാൽ, ബി ഹാപ്പി വിത്ത് വാട്ട് യു ഹാവ്, ബി ഹാപ്പി വിത്ത് വാട്ട് യു ആർ, ഈ രണ്ട് കോട്ട്സ് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി കഴിഞ്ഞാൽ, പ്രാക്ടിക്കൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലക്സ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിന്റെ അടിത്തറ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് മാഡത്തിന്റെ ക്ലാസ്സിൽ നിന്ന്, മാഡത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് വ്യക്തമായതും അത് തന്നെയാണ്. മാഡം, ഷീ ഈസ് ഹാപ്പി വിത്ത് വാട്ട് ഷീ ഹാവ്. താങ്ക് യു സർ. ശരിയാണ് സർ. ഞാൻ പറഞ്ഞത് അത് മാത്രം അറിഞ്ഞാൽ മതി ജീവിതത്തിന്റെ. വളരെ മനോഹരമായ പോയിന്റ് ആണ് സാർ. അത് കോട്ട് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയുക, അല്ലെ? നമുക്ക് എന്ത് സംതൃപ്തമായി ജീവിക്കാൻ എല്ലാം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഓക്കെ, അപ്പൊ നമുക്ക് സംസാരിച്ചില്ലല്ലോ. തോമസ് സാർ എന്താണ് ആലോചിക്കുന്നത്? പറയൂ. സ്വിറ്റ്സർലൻഡ് സാറ് എവിടെയാണ് സാർ? Switzerland. Oh, excellent. Congratulations. It is without limitations. So you will grow up and you will find out new horizon and be a light to the Kerala people and Indian people and global people. Thank you very much. Thank you, sir.
ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം. പ്രമോദിനെ കിട്ടുവാണെങ്കിൽ നമുക്ക് നാളെ ഈവനിങ്ങിലെ പ്രമോദുമായിട്ട് ഒരു ഓണത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒത്തിരി നമുക്ക് കേൾക്കാനും ഒരു സന്തോഷത്തിന്റെ അനുഭവമാകും. മാഡം നമുക്കൊന്ന് സംസാരിക്കാം. ഞാൻ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞാൽ. താങ്ക് യു സാർ. ഞാനപ്പോ എല്ലാവർക്കും ഇത്രയും നേരം എന്നെ കേട്ടു എന്ന് മാത്രമല്ല, ഇത്രയും വലിയ എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ എന്റെ ഈ കെമിസ്ട്രി പറയാൻ സാധിച്ചതിൽ എനിക്കത് എല്ലാവരോടും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ഓണാഘോഷങ്ങളും ആശംസയും തരുന്നു. നാളെ കഴിഞ്ഞിട്ടുള്ള ദിവസം, നാളെ പ്രമോദാണെങ്കിൽ മാം വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു സംശയം മറ്റന്നാളുണ്ടായിരിക്കണം. പുതിയൊരു അനുഭവമായിരിക്കും. ഒരു ഫെസിലിറ്റേറ്റർ ആവണമെന്ന ആഗ്രഹത്തോടു കൂടിയുള്ള സുജിത്തിന്റെ നീക്കത്തിന് എല്ലാവിധ ആശംസകളും. സുജിത്ത്, താങ്ക് യു എന്നെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി. സുജിത്തിന് പ്രത്യേകം നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സുജിത്തിന് പറയാനുണ്ടോ? ഓണാശംസകൾ. ടീച്ചറെ ഇനിയും ഒരു സെഷനുകളായിട്ട് വരണം ഇവിടെ നമുക്ക്. മാം, അതുകൊണ്ടല്ലേ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ടേസ്റ്റ് ആണ്. നമുക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അത് റിയാലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗെയിൻ വളരെ കൂടുതലാണ്. അത് സ്റ്റുഡൻസിന്റെ ഓരോ മെസ്സേജുകൾ എനിക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ ടീച്ചർ അന്ന് എടുത്ത കാര്യം, അതുപോലെ ഞങ്ങളുടെ മക്കൾക്കും കൂടി പറഞ്ഞു കൊടുക്കാമോ എന്നൊക്കെ ചോദിക്കുക അവര്. അപ്പൊ അത് നമുക്ക് കേൾക്കുമ്പോൾ വളരെ വലിയ സന്തോഷമാണ്. അതിനുള്ള സാഹചര്യം ഇതുപോലത്തെ ഓപ്പൺ ഫോറംസ് അല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം. കൊറോണയൊക്കെ വന്ന് നന്നായി എന്ന് വേണം ചിന്തിക്കാൻ. അതെ അതെ, ഇപ്പൊ തന്നെ എത്ര പേരെ കണ്ടു ഈ നിമിഷം, ഈ 1 മണിക്കൂർ. അത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആളുകളെ, ഒരുപക്ഷെ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്തവരെ പോലും നമ്മൾ കണ്ടു. അതെ അതെ അതെ. സാറിനെ സാറിനെ ഞാൻ ഇടയ്ക്ക് കാണാൻ സാറിൻ വികാരബിന്ദു എന്ന സാറിന്റെ ശരിക്കുള്ള വിചാരബിന്ദു സാറിന് ശ്രീകുമാർ സാറിനെ പലപ്പോഴും പോസ്റ്റ് കമ്മ്യൂണിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ഇത്രയും ഇപ്പൊ ആരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയ വ്യക്തിത്വങ്ങളുടെ മുമ്പിലാണ് ഞാനിത് പറയാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്നുള്ള ഒരു മനസ്സിലായത്. എന്താണെങ്കിലും വലിയൊരു അനുഗ്രഹം തന്നെയാണ് സാർ. അത് കൊറോണ തന്ന ഒരു. അതെ അതെ, തീർച്ചയായും കൊറോണയും സുജിത്തും കൂടെ തന്ന ഒരു അനുഭവം. നാളിതുവരെയുള്ള ഒരു മാധ്യമത്തിൽ ഇത്ര ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ആശയ പങ്കുവെക്കല്, പ്രത്യേകിച്ച് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ളത് ഒരിക്കലും നടന്നിട്ടുണ്ടോ എന്ന് സംശയം. അപ്പൊ കൊറോണ ആ വിധത്തിൽ പോസിറ്റീവാ. പലപ്പോഴും കേട്ടിട്ടുണ്ട്, അത് റിയലായി. സാറേ, വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ കൊറോണ പോസിറ്റീവാണ്. നമ്മളാണ് തോന്നുന്നത്. നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളെ കൂടുതൽ നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമമായിട്ട് തന്നെ കണ്ടാവും. ഇതൊരു പേര് ഇത് പക്ഷെ ഇപ്പോഴും അംഗീകരിക്കാത്ത ഇതൊരു പേരുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഏറ്റവും വലുത് ഈ രംഗത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അതിനകത്ത് ഒരു പ്രത്യേകത സാറേ, പ്രളയം നമ്മളെ ഒന്നിപ്പിച്ച് സ്നേഹിപ്പിച്ചപ്പോ കോവിഡ് നമ്മളെ അകത്തി നിർത്തി സാമൂഹ്യ അകലം പാലിക്കാൻ. രണ്ട് എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ? ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ. ഇപ്പൊ ബന്ധുക്കള് വരുന്നില്ല, നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, അകന്ന് നിന്നുകൊണ്ട് സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. വരേണ്ടതില്ല എന്ന ആദ്യത്തെ മെസ്സേജ് തന്നെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ വരണമെന്നില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു മെസ്സേജാ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നു. അപ്പൊ രണ്ട് രീതിയിൽ ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കി. ജീവിതത്തിലെ എത്രയോ മാതാപിതാക്കൾ അകലെയായിരുന്നു, പക്ഷെ ഇപ്പം മാതാപിതാക്കളുടെ കൂടെ താമസിക്കാൻ ഭാഗ്യം കിട്ടിയ എന്തോരം പേര് ഈ ഒരു വർഷക്കാലം 1.5 വർഷം സത്യം പറഞ്ഞ ഇപ്പൊ ഇവരൊന്നും പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചു തുടങ്ങി എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. തോമസാറൊക്കെ എല്ലാ ക്ലാസ്സുകളിലും ഇങ്ങനെ അവിടെ നിന്ന് കേൾക്കുന്നു എന്നുള്ളത് തന്നെ. Yes, we have to feed something like water and food. Our neurons have to feed something like you are feeding us. Thank you. ഇതിന് ബെസ്റ്റ് ആണത്. സാർ പറയൂ. പ്രളയം എന്ന് പറയുമ്പോൾ പ്രഹർഷേണ ലയിക്കുന്നതാണ് പ്രളയം. ഈ ഒരു വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്കും എവിടെയോ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില കുടുംബങ്ങൾ ഒരു കൂരക്കീഴിൽ വന്ന് പ്രഹർഷേണ ലയിക്കുന്നു, നല്ലവണ്ണം ലയിക്കുന്നു. ജാതി മത ചിന്തകൾക്കും ഉന്നത താഴ്ചകൾക്കും എല്ലാം എല്ലാത്തിനെയും മറന്നുകൊണ്ട് വളരെയധികം ഹൃദ്യമായി ലയിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭം അവിടെ ഉണ്ടാകും. കൊറോണ എന്ന മഹാമാരി
ശാരീരികമായ അകലം നമ്മളെ സൂക്ഷിക്കാനായി നമ്മളെ പ്രചോദിപ്പിക്കുമ്പോൾ മാനസികമായ ഐക്യം ഏതെല്ലാം മാർഗത്തിലൂടെ ഉണ്ടാക്കാമെന്ന അത്ഭുത സിദ്ധിയും നമ്മെ പഠിപ്പിക്കുന്നു. മാനസികമായ അടുപ്പത്തിന് അകലം എത്രയും പ്രഗത്ഭമായി നമ്മളെ സഹായിക്കും എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സംഭവം കൊറോണ എന്ന മഹാമാരി നമ്മളെ പഠിപ്പിച്ചു. ശാരീരിക അകലം ഒരിക്കലും മാനസിക അടുപ്പത്തിന് വിഘാതമാകില്ല. അവിടെയും ഒരു പ്രത്യേക രസതന്ത്രം വളരെ പ്രസക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ രസതന്ത്രത്തിന്റെ പാഠങ്ങൾ കൃത്യമായി പഠിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തി ജീവിതം സഫലമാക്കാനുള്ള വഴികളിലൂടെ നടത്താനുള്ള പ്രാഗൽഭ്യം ടീച്ചറെ പോലെയുള്ള മഹാത്മാക്കൾക്കുണ്ടാകട്ടെ. അത് തന്നെയാണ് കൊറോണ നമുക്ക് സുസാധ്യമാക്കി തരുന്ന ഏറ്റവും നല്ല സൗഭാഗ്യം എന്നുകൂടി ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രളയത്തിന്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സാർ. ഒരു 300 പേജുള്ള രണ്ട് ആൽബം ആക്കി. അതായത് പ്രളയം എല്ലാ ജില്ലകളിലും നടന്ന പ്രളയത്തിന്റെ ദുരിതങ്ങളും ആ പ്രളയത്തിൽ നിന്ന് കര കയറിയതും അതുപോലെ പ്രളയാനന്തരമുള്ള കാഴ്ചകളും ഈ പ്രളയത്തിൽ സഹായിച്ച ആൾക്കാർക്ക് ഒരു ട്രിബ്യൂട്ടായിട്ട് കരസേന, നാവികസേന, വ്യോമസേന ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഇതായിട്ട് ഒരാൽബം, അങ്ങനെ 2 ആൽബം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. യൂട്യൂബിലേക്ക് വരാൻ പറ്റില്ല സാറേ. അതായത് ഇവിടെ നമ്മൾ ആ 2018 ഓഗസ്റ്റ് 15 2:30 മണിയായി കഴിഞ്ഞപ്പോൾ കറക്റ്റ് റിമോട്ട് ഉപയോഗിച്ച് എന്തോ ഒരു പ്രവർത്തനം നടത്തിയ പോലെ പെട്ടെന്ന് മണ്ണിടിയാൻ തുടങ്ങി. നമ്മുടെ മുമ്പില് ബാക്കില് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. എന്താ സംഭവിക്കണമെന്ന് ഒരു പിടിയുണ്ടായിരുന്നില്ല. ഡാമിന്റെ 5 ഷട്ടറും തുറന്നിരുന്നു, പക്ഷെ അതല്ല അവിടെ സംഭവിച്ചത്. ആ സമയത്ത് ഇവിടെ ഒറ്റപ്പെട്ടു പോയി, കറണ്ട് ഇല്ല, യാതൊരു കണക്ഷനും ഇല്ല ആരുമായിട്ട്. പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആർക്കും ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല, കുടിക്കാനുള്ള വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ 5 ഫാമിലി വന്നു. നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയില്ലായിരുന്നു. അപ്പൊ പിന്നെ നിലവിളക്കുകൾ ഉണ്ടായിരുന്നു, ഒക്കെ എടുത്ത് തിരി ഉപയോഗിച്ച് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു കൂട്ടി 5 ദിവസം. അപ്പോഴാണ് ആൾക്കാരുമായിട്ട് കൂടുതൽ നമുക്ക് കണ്ണിൽ നോക്കി സംസാരിക്കാനും അവരോട് എല്ലാ ആശയങ്ങളും പങ്കുവെക്കാനൊക്കെ സാധിച്ചു. നല്ലൊരു അറ്റാച്ച്മെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ പേപ്പർ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഇത്രയും ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടോന്ന് തന്നെ ആൾക്കാർക്ക് സംശയമായിരുന്നു. ഈ വാർത്തകൾ കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ പേപ്പർ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കുട്ടനാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കോഴിക്കോടൊക്കെ ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞത്. അപ്പൊ ഞാൻ അന്ന് കിട്ടിയ പത്രത്തിലെ ആ വാർത്തകൾ ശേഖരിച്ച് വെച്ച് നല്ല എഡിറ്റോറിയലിലൊക്കെ നോക്കി എടുത്ത് എന്റേതായ ഒരു ശൈലിയിൽ എഴുതിയ ഒരു 200 എന്റെ ബുക്കിൽ ഇത് ഒട്ടിക്കാൻ തുടങ്ങി. അപ്പൊ കാണുന്നവർക്ക് വിചാരിച്ച് ഈ ഫേസ്ബുക്കിലുണ്ട്, ഇഷ്ടംപോലെ അത് യൂട്യൂബിലുണ്ട്, ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി. എങ്കിൽ പോലും അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ബുക്ക് കണ്ടപ്പോൾ എല്ലാവർക്കും കൗതുകം. ഇത് സ്കൂളിലേക്ക് തരാമോ, ലൈബ്രറിയിലേക്ക് തരാമോ എന്നൊക്കെ പലരും ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് ഞാൻ വെറുതെ കിട്ടിയത് അടുക്കുകയല്ലേ ചെയ്തത്, എന്നാൽ പിന്നെ അത് എല്ലാ ജില്ലകളിലും നടന്ന ഇതൊന്നും മനസ്സിലാക്കിയെടുത്തെങ്കിലും എന്ന് വിചാരിച്ച് എന്റെ അമ്മ വീട് പാലക്കാടാണ്, അമ്മയുടെ അനിയത്തിമാർ കോഴിക്കോടുണ്ട്, ബന്ധുക്കൾ വയനാട്ടിലുണ്ട്. അവരോടൊക്കെ കിട്ടുന്ന പേപ്പർ ഒന്ന് അയച്ചു തരാമോ, പ്രാദേശിക പേപ്പർ എന്ന് ചോദിച്ചാൽ അവർ കൊറിയറായിട്ട് അയച്ചു തന്നു. പിന്നെ ഞാനത് ഇങ്ങനെ ഇരുന്ന് A3 സൈസ് ഇതിൽ ഒട്ടിക്കാൻ തുടങ്ങി. ജില്ല തിരിച്ചൊട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രളയം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴുള്ള കാഴ്ചകൾ. പാമ്പ്, അങ്ങനെ പിന്നെ എല്ലാം എല്ലാം ഇങ്ങനെ അരിയൊക്കെ പൊത്തിരിക്കും, അങ്ങനത്തെ കാഴ്ചകൾ. അപ്പൊ അതെല്ലാം എടുത്തു വെച്ചു. അങ്ങനെ ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞപ്പം ഇനി എന്ത് ചെയ്യും, ഒരു തന്നെത്താൻ തോന്നിയ ഒരു ഇതാണല്ലോ. അപ്പൊ പിന്നെ ഹസ്ബൻഡ് എറണാകുളത്ത് പോകുമ്പോൾ ഞാൻ ഈ സാധനം കൊണ്ട് വണ്ടിയിൽ ഈ പേപ്പർ എല്ലാം എടുത്ത് കയറും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനെ ലാമിനേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കിട്ടി. അതെല്ലാം ലാമിനേറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആൽബം ആക്കണമെങ്കിൽ അത്രയും വലുതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തൊള്ളയാക്കിയിട്ട് കാർഡ്ബോർഡ് കൊണ്ട് 2 ആൽബം ആക്കി. അപ്പൊ ഒന്ന് ഓർമ്മയായി ഒരു പെരുമഴക്കാലം എന്നതിന് പേരിട്ടു. അപ്പോൾ ഒരു എക്സിബിഷൻ വരും തലമുറയ്ക്ക് ഒന്ന്, ഇതിപ്പോ കാണുമ്പോൾ ആൾക്കാർക്ക് അത്ഭുതമാണ്, ഇങ്ങനെ സംഭവിച്ചിരുന്നു, ഇത്രയൊക്കെ സംഭവിച്ചിരുന്നോ എന്ന്. അതൊരു എക്സിബിഷൻ, നമ്മൾ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ എക്സിബിഷനായിട്ട് ഒരിക്കലും ഞാൻ ഒരു സ്ഥലത്ത് ഇപ്പൊ MN കാരാശ്ശേരി മാഷ് അത് കണ്ടു കഴിഞ്ഞ് എനിക്ക് ഒരു പൊന്നാടയൊക്കെ തന്നു. അതിൽ ഇത് വളരെ സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞ് കയ്യിൽ ഒപ്പിട്ട് തന്നു. അത് ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് അന്ന് എല്ലാവരും പേപ്പറിലൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഈ കരയിലും വെള്ളത്തിലും ഒക്കെ ഒരുപാട് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിയ മുക്കുവര്, ആ മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ പലതരം സേനകൾ ഇവിടേക്ക് ഇങ്ങനെ മൃഗങ്ങൾക്ക് പോലും ആഹാരം കൊടുക്കാൻ വേണ്ടി അവര് ഇങ്ങനെ ഓടുകയായിരുന്നു. പിന്നെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചെറുതോണി പാലത്തിലൂടെ ഒരു കുട്ടീനെ എടുത്തോണ്ട് പോകുന്ന ഓടുന്ന, അത് തൊട്ട് താഴെയാണ് സാർ. ആ കുട്ടി നമ്മുടെ വീടിന്റെ അടുത്തുള്ള കുട്ടിയാണ്.
അതൊക്കെ എന്നെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചിരുന്നു. അപ്പൊ ഞാൻ 1 വർഷത്തോളം എടുത്ത് ആ വർക്ക് ചെയ്തതാണ്. 2 ആൽബം ആക്കി വെച്ചിട്ടുണ്ട്. അത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും മാം അത് ആൽബം എടുത്ത് ആ ആൽബം എല്ലാം നമ്മള് പിക്ചർ എടുത്തിട്ട് അത് വീഡിയോ ആക്കി നമുക്ക് യൂട്യൂബിൽ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ പേപ്പറുകളല്ലേ, അപ്പം എത്ര ലാമിനേറ്റ് ചെയ്താലും അത് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ മാം അതിനെ ഒന്ന് പിക്ചറുകളാക്കി, എല്ലാം പിക്ചറുകളാക്കിയിട്ട് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് അതിനെ ആഡ് ചെയ്ത് ഒരു യൂട്യൂബ് ഇല്ലാത്ത ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകാലം കിടന്നോളൂ. അപ്പൊ എല്ലാവർക്കും അത് കാണുകയും ചെയ്യാം. പത്രത്തിലൂടെ ഞാൻ 2 ന്യൂസ് എഡിറ്റേഴ്സ് എനിക്ക് പരിചയമുള്ളവരുണ്ട്. ഞാൻ അവരെ ഒന്ന് മാഡത്തിന് വിടാം. അപ്പൊ അതൊന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് അത് ഒന്നിലും വലിയൊരു അനുഭവമല്ലേ. അതെ, അത് പോലീസുകാരും ആ ഓരോ സേനകൾ ഇവിടെ ഇതിലെല്ലാം ഇങ്ങനെ അവിടെ ഇവിടെ ഒരു അങ്ങനെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് കഷ്ടപ്പെട്ടവർ. അപ്പൊ അവർക്കൊരു ട്രിബ്യൂട്ടായിട്ട് അത് അങ്ങനെ. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച്. മാമിനെ വിളിക്കാം, പ്രമോദിനെ ഒന്ന് വിളിച്ചിട്ട് ഞാൻ വിളിച്ചു. താങ്ക് യു സർ. താങ്ക് യു എല്ലാവർക്കും. റോയ് സർ, ഓക്കെ താങ്ക് യു. ശ്രീകുമാർ സർ, താങ്ക് യു സർ.